നമസ്തേ, പുത്തൻ പുലരിയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക ബൈജു. നമസ്തേ, ഞാൻ പ്രദീപ് ലാം. ആദ്യം പ്രധാന വാർത്തകൾ. ന്യൂയോർക്കിൽ മോദി സെലൻസ്കി കൂടിക്കാഴ്ച. റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് നരേന്ദ്രമോദി. സമാധാനം പുനഃസ്ഥാപിക്കാൻ ഒപ്പം നിൽക്കും. UN പൊതുസഭയിൽ ആഗോള സമാധാനം ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. ഭാരതത്തിന്റെ UN സ്ഥിരാംഗത്വത്തിന് പിന്തുണ ആവർത്തിച്ച അമേരിക്ക. ഹിസ്ബുള്ള ഭീകരാക്രമണങ്ങൾക്ക് ഇസ്രായേൽ തിരിച്ചടി. വ്യോമാക്രമണങ്ങളിൽ 500ഓളം പേർ കൊല്ലപ്പെട്ടു. ആക്രമണം തുടരുമെന്ന മുന്നറിയിപ്പ്. തെക്കൻ ലെബനനിൽ കൂട്ടപ്പലായനം. ഉരുൾപൊട്ടലിൽ സർവം നഷ്ടപ്പെട്ട വിലങ്ങാടിനെ കൈവിട്ട് സംസ്ഥാന സർക്കാർ. പുനരധിവാസം പ്രഖ്യാപനത്തിൽ മാത്രം നിരാശയും ആശങ്കയും പങ്കുവച്ച പ്രദേശവാസികൾ. ജനം ക്യാമ്പയിൻ. വിലങ്ങാടിന് വിലങ്ങിടുന്നവർ. എംപോക്സ് ആശങ്കയിൽ മലപ്പുറം. സ്ഥിരീകരിച്ചത് വ്യാപനശേഷിയുള്ള വകഭേദം. അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ്. പുതിയ മാർഗരേഖ പുറത്തിറക്കും. ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന സമ്മേളനം ഇന്ന് കൊച്ചിയിൽ. എല്ലായിടവും കൃഷിയിടം, എല്ലാവരും കർഷകർ എന്ന സന്ദേശം. 1000ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. തിരുപ്പതി പ്രസാദ ലഡുവിലെ മൃഗക്കൊഴുപ്പിൽ ശക്തമായ പ്രക്ഷോഭത്തിന് വിശ്വ ഹിന്ദു പരിഷത്ത്. ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജ് അന്വേഷിക്കണമെന്ന് ആവശ്യം. ക്ഷേത്രഭരണത്തിന് ധാർമ്മിക പരിഷത്ത് ബോർഡുകൾ രൂപീകരിക്കണമെന്നും VHP. അപ്പന്റെ മൃതദേഹത്തിന് മുന്നിൽ സഖാക്കൾ അപമാനിച്ചെന്ന് ആശ ലോറൻസ്. മർദ്ദിച്ചെന്നും ജനം ഡിബേറ്റിൽ വെളിപ്പെടുത്തൽ. മൃതദേഹം കൈമാറണമെന്ന തർക്കത്തിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നടപടിയെടുക്കും. ഒട്ടനവധി വാർത്തകൾ ഉള്ള ദിവസമാണ്. രാജ്യാന്തര തലത്തിലും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഏറ്റവും പ്രധാനം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിന്റെ യശസ് ഉയർത്തി അഭിമാനത്തോടെ നടത്തുന്ന ഒരു ജൈത്രയാത്ര തന്നെയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇതിന്റെ തത്സമയ ദൃശ്യങ്ങളും മറ്റു റിപ്പോർട്ടുകളും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ സംഭവിച്ച വാർത്തകൾ, അതായത് സമയവ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ ഭാരതം ഉറങ്ങുമ്പോൾ അവിടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. ന്യൂയോർക്കിൽ വിവിധ ലോക നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുമായുള്ള ചർച്ചയാണ് ഇതിൽ ഏറെ ശ്രദ്ധേയം. റഷ്യ യുക്രൈൻ യുദ്ധം ഏറ്റവും വേഗം അവസാനിപ്പിക്കണമെന്ന് മോദി കൂടിക്കാഴ്ചയിൽ ആവർത്തിച്ചു. അതിനിടെ ഭാരതത്തിന്റെ UN സ്ഥിരാംഗത്വത്തിന് അമേരിക്ക വീണ്ടും പിന്തുണ ഉറപ്പു നൽകി. ഇതിൽ 2 വശങ്ങളാണുള്ളത്. വിവരങ്ങളുമായി ചേരുന്നത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ആണ്. ഐസൻ ജോസ്, ഇത് 2ആയി അഡ്രസ് ചെയ്യുക. ഒന്ന്, വളരെ വ്യക്തമായി പരസ്യമായ ഒരു പ്രഖ്യാപനം ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ യുദ്ധകാര്യത്തിൽ നടത്തുന്നത് ഇതാദ്യമായിരിക്കണം. കാര്യം അതുവരെ ലഭിച്ചത് അദ്ദേഹം ആദ്യം റഷ്യൻ പ്രസിഡന്റുമായും അതിനുശേഷം വോളോഡിമിർ സെലൻസ്കിയുമായും നടത്തിയ കൂടിക്കാഴ്ചകളായിരുന്നു. അതിനുശേഷമാണ് ഇരുകൂട്ടരും മറ്റ് ലോകരാഷ്ട്രങ്ങളും യുദ്ധം അവസാനിപ്പിക്കാനായി ഭാരതത്തിന്റെ ഇടപെടൽ വേണം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടണം എന്നുള്ള ആവശ്യവുമായി രംഗത്ത് എത്തിയത്. ഇപ്പോഴിതാ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ആ കൂടിക്കാഴ്ചയിൽ പറഞ്ഞതായുള്ള വാർത്ത കൃത്യമായി പുറത്തു വരുന്നു. അതിലേക്ക് ആദ്യം പോകാം, അതിനുശേഷം UN സ്ഥിരാംഗത്വത്തെക്കുറിച്ച് സംസാരിക്കാം. ഐസൽ. തീർച്ചയായും പ്രദീപ്, ഇന്ന് ഏറെ പ്രാധാന്യമർഹിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ യുക്രൈൻ യുദ്ധത്തിലെ ഇടപെടൽ തന്നെയാണ്. യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാന വിഷയം ഏറ്റവും പുതിയതായി ഇപ്പോൾ പുറത്തു വരുന്നത്, അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നത്. വിദേശകാര്യ സെക്രട്ടറി തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. അതായത് പ്രധാനമന്ത്രിയുടെ യുക്രൈൻ റഷ്യ യുദ്ധത്തിലെ ഇടപെടലിനെ നന്ദി അറിയിച്ചു സെലൻസ്കി എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് കേവലമായൊരു പ്രഖ്യാപനം നടത്തി തിരിച്ചു വരികയും
പറയുകയായിരുന്നില്ല, മറിച്ച് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുക തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. റഷ്യൻ സന്ദർശനത്തിനും യുക്രൈൻ സന്ദർശനത്തിനും പോളണ്ടിലും യുക്രൈനിലും സന്ദർശനം നടത്തിയതിന് ശേഷവും വളരെ കൃത്യമായി പ്രധാനമന്ത്രി ഇതിനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. നമുക്കറിയാവുന്നതാണ്, വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്ന് നിരവധി വിഷയങ്ങളുണ്ട്. അജിത് ഡോവൽ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടുകയും ഒരു സമാധാന ഫോർമുല തയ്യാറാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തു. ആ നീക്കങ്ങൾക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഭാഗത്തു നിന്നായാലും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നായാലും വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്തു. ഈ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കണം എന്ന അനിവാര്യതയിലേക്ക് നീങ്ങണമെന്നൊരു നിലപാട് പ്രധാനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. യുക്രൈനിലെ അഭിസംബോധനയിലും അതല്ലെങ്കിൽ സംയുക്ത അഭിസംബോധനയിലെല്ലാം തന്നെ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്, ഞാൻ വരുന്നത് ശ്രീബുദ്ധൻ്റെ നാട്ടിൽ നിന്നാണ്, സമാധാന സന്ദേശത്തിൻ്റെ അല്ലെങ്കിൽ അഹിംസയുടെ സന്ദേശവുമായാണ് ഞാൻ വരുന്നത്, യുദ്ധം ശാശ്വത സമാധാനമല്ല എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു. ഇതേ നിലപാട് തന്നെ മറ്റൊരു രീതിയിൽ അദ്ദേഹം ഇന്നലെ UN-ൽ നടന്ന ഫ്യൂച്ചർ സമ്മിറ്റിൽ വളരെ കൃത്യമായി സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൽ വളരെ കൃത്യമായി പറയുകയും ചെയ്തു. അതായത് മാനവികതയാണ് പ്രധാനം, യുദ്ധമല്ല, ഒന്നിപ്പിക്കേണ്ടത് മാനവികതയിലൂടെയാണ് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്തു. യുദ്ധം വേണ്ട എന്നൊരു നിലപാടിലേക്ക് വളരെ കൃത്യമായി പ്രധാനമന്ത്രി ഇന്നലെയും തൻ്റെ ഔദ്യോഗികമായ പരിപാടിയിൽ UN-ൽ പോലും പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ളൊരു നിലപാട് യുദ്ധത്തിനെതിരെ ഒരു രാജ്യം നിലപാടെടുക്കുന്നു, ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന നിലപാടിൽ മുന്നോട്ട് പോകണം എന്നാണ് ഇന്നലെ ഫ്യൂച്ചർ സമ്മിറ്റിൽ വളരെ കൃത്യമായി പ്രധാനമന്ത്രി പറഞ്ഞത്. അതിന് തുടർച്ചയായാണ് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം, ഒരു കുടുംബം, ഒരു ഭൂമി, ഒരു ഭാവി എന്ന ലക്ഷ്യം വളരെ കൃത്യമായി അദ്ദേഹം തൻ്റെ ഓരോ പ്രവൃത്തിയിലും നടപ്പാക്കുന്നു. ആ ക്രക്സിൽ നിന്നുകൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി ഇപ്പോൾ ഭാരതത്തിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ഇനി സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുണ്ടായ നടപടിക്രമങ്ങൾ എന്താണ് എന്ന് സംബന്ധിച്ച് ഭാരതത്തിലെത്തി ഉന്നതതലത്തിലുള്ള കൂടിക്കാഴ്ചകൾക്ക് ശേഷം അല്ലെങ്കിൽ ചർച്ചകൾക്ക് ശേഷം അന്തിമമായൊരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് കൃത്യമായി പ്രതീക്ഷിക്കുകയും ചെയ്യാം. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, യുദ്ധത്തിനെതിരായൊരു നിലപാട് ഭാരതം എടുക്കുകയും ഒരു മാനവികതയുടെ സന്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യണമെന്ന് വളരെ കൃത്യമായി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാരതം അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതുകൂടിയാണ് ഇന്നത്തെ നീക്കത്തിൽ നിന്നും വ്യക്തമാകുന്നത്. പ്രദീപ്. ശരി ഐസൻ, ഇനി രണ്ടാം ഭാഗം, ഭാരതത്തിൻ്റെ സ്ഥിരാംഗത്വം എന്നുള്ള ഒരു ആവശ്യം, അതല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാമ്പയിൻ, ഇത് പതിറ്റാണ്ടുകളായി കേൾക്കുന്നതാണ്. 5 പേർ കയറി വീറ്റോ പവറോടുകൂടി ഇരിക്കുകയും അതിനുശേഷം ആര് വേണം ആര് വേണ്ട എന്നുള്ളത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായി ലോകത്തിലെ ഒന്നാന്തര രാഷ്ട്രങ്ങളുടെ നിലയിലേക്ക് ഭാരതം ഉയരുമ്പോൾ പോലും ചിലരുടെ സൗജന്യത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ഒരവസ്ഥ. ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഭാരതം സ്ഥിരാംഗത്വത്തിന് അർഹമാണ് എന്ന് പറയാൻ തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ എത്ര പതിറ്റാണ്ടായി എന്ന് അറിയില്ല. ഇത് കേവലം ആദ്യം കയറിയ കുറേ പേർ മറ്റുള്ളവർ കയറുന്നതിന് മുമ്പ് ഉണ്ടാക്കി വെച്ച ചില തടസ്സങ്ങളും ചില വിചിത്രമായ നിയമങ്ങളുമൊക്കെ അല്ലേ ഐസൻ ഇതിലെ പ്രധാന ഘടകം? ഇപ്പോൾ നടക്കുന്ന ഈ ഒരു യുഫോറിയ, ഈ ഒരു ഹൈപ്പ്, ഇതൊക്കെ പ്രായോഗികമാണെന്ന് തോന്നുന്നുണ്ടോ? പ്രദീപ്, തീർച്ചയായും ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങൾ പ്രായോഗികമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതിന് പ്രധാനമായൊരു കാര്യം നമുക്ക് പറയാവുന്നത് ഇന്ന് നമ്മൾ വാർത്തയിൽ നൽകിയിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഇതിനുള്ള പിന്തുണയാണ്. അതായത് ഇന്നലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ്, 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ UN സ്ഥിരാംഗത്വത്തിനുള്ള ഭാരതത്തിൻ്റെ ശ്രമത്തിന് പിന്തുണ നൽകുമെന്ന് പ്രസിഡന്റ് തന്നെ നേരിട്ടറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിരിക്കുകയാണ്. നേരത്തെ പ്രദീപ് പറഞ്ഞതുപോലെ 5 സ്ഥിരാംഗങ്ങൾ ചേർന്ന് ഒരു തീരുമാനമെടുക്കുന്ന ആ ഒരു ലോകക്രമമല്ല ഇന്ന് നിലനിൽക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, 1945 സൃഷ്ടിക്കപ്പെട്ട UN എന്ന് പറയുന്ന സംഘടന അത്തരത്തിലൊരു ലോകക്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ, അതായത് വലിയ ധാരണകളൊന്നുമില്ലാത്ത അതിർത്തികൾ സംബന്ധിച്ച ധാരണകളോ സമുദ്രങ്ങളിലെ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച ധാരണകളോ ഒന്നും തന്നെ രാജ്യങ്ങൾ തമ്മിൽ ഇല്ലാതിരുന്നൊരു സാഹചര്യത്തിൽ ഉണ്ടായ ഒരു ശക്തമായൊരു സംവിധാനം എന്ന നിലയ്ക്ക് അന്ന് ഒരു ഔട്ട്ഡേറ്റഡ് ആയൊരു സംവിധാനമായാണ് ഇപ്പോൾ ഈ UN സ്ഥിരാംഗത്വത്തിൻ്റെ വിഷയത്തെ കണക്കാക്കുന്നത്. UN-ൻ്റെ പല നീക്കങ്ങളെയും അത്തരത്തിൽ തന്നെ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടി ഭാരതം UN സ്ഥിരാംഗത്വം വേണമെന്ന് ആവശ്യപ്പെടുന്നത് ഭാരതത്തിന് വേണ്ടിയല്ല എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയം. കാരണം ഗ്ലോബൽ സൗത്തിൻ്റെ വക്താവാൻ തങ്ങൾ മുന്നോട്ട് വരുന്നു എന്ന നിലപാട് തുടർച്ചയായി പ്രധാനമന്ത്രി ഇന്നലെയും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലെല്ലാം തന്നെ പറയുകയും ചെയ്തു. ഈ ഗ്ലോബൽ സൗത്തിൻ്റെ വക്താവാകുക, ആ ഗ്ലോബൽ സൗത്തിൻ്റെ നിലപാടുകൾ UN സെക്യൂരിറ്റി കൗൺസിലിൽ വളരെ കൃത്യമായി അവതരിപ്പിക്കുക എന്നതാണ് UN സ്ഥിരാംഗത്വത്തിലൂടെ ഭാരതം മുന്നോട്ട് വയ്ക്കുന്നത്. കേവലം ഭാരതം എന്ന ഒരു രാഷ്ട്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പരിമിതമായൊരു രാഷ്ട്രത്തിൻ്റെയോ ആവശ്യമല്ല, ഒരു 3ാം ലോക സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വികസനം എത്തിപ്പെടാത്ത രാജ്യങ്ങളുടെ ആ ഒരു വലിയ സമൂഹത്തിൻ്റെ
സമൂഹത്തിൻ്റെ ആവശ്യമായാണ് അദ്ദേഹം ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായും അത് യാഥാർത്ഥ്യമാകാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നതിനെ മറ്റൊരു തെളിവ് കൂടിയാണ് G20 സമ്മേളനവും അതിൽ ആഫ്രിക്കൻ യൂണിയൻ ഉൾച്ചേർക്കലും എല്ലാം തന്നെ ഉണ്ടായത്. ഗ്ലോബൽ സൗത്ത് എല്ലാം തന്നെ ഭാരതത്തിന് പിന്നിൽ അണിനിരക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ ഈ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ പ്രതിനിധാനം UN-ൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ആ ഒരു പശ്ചാത്തലത്തിൽ നിരീക്ഷിക്കുമ്പോഴാണ് UN സ്ഥിരാംഗത്വത്തിലേക്കുള്ള ആ ഗതിവേഗം അതിശക്തമാകുന്നത്. വൈകാതെ തന്നെ ഒരു പക്ഷേ പ്രധാനമന്ത്രിയുടെ ഈ കാലയളവിൽ തന്നെ UN സ്ഥിരാംഗത്വം ലഭിച്ചേക്കാം എന്നുവരെ നമുക്ക് അനുമാനിക്കാവുന്ന ചില പശ്ചാത്തലങ്ങളും സാഹചര്യങ്ങളും നിലനിൽക്കുന്നു എന്നതാണ് ഇന്നത്തെ സംഭവവികാസങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് ഇന്നലെ ഫ്യൂച്ചർ നടപടികൾ അല്ലെങ്കിൽ ഫ്യൂച്ചർ സമ്മേളനത്തിലും പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞത്. കാരണം ഈ ലോകക്രമം മാറുന്നതിനെ അല്ലെങ്കിൽ ലോകസമാധാനം ഉറപ്പാക്കുന്നതിനെ ഈ സ്ഥാപനങ്ങളുടെ അതിലേക്ക് വരാം. അതിനു മുമ്പ് പ്രധാനമന്ത്രി ഇന്നലെ UN ഫ്യൂച്ചർ സമ്മിറ്റിനെ അഭിസംബോധന ചെയ്ത വാർത്ത നമുക്കൊന്ന് കാണാം. അതെ, ഭീകരവാദം ലോകത്തിന് ഭീഷണിയായി തുടരുന്നുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. സമാനമായി സൈബർ രംഗത്തും സമുദ്ര സുരക്ഷാ രംഗത്തും പ്രശ്നങ്ങൾ ഉയർന്നുവരുന്നു. ലോകത്തിന്റെ പുരോഗതി യുദ്ധത്തിലല്ല മാനവികതയിലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുസ്ഥിര വികസനം ഭാരതം കാര്യക്ഷമമായി നടപ്പാക്കിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭീകരവാദം ലോകത്തിന് ഭീഷണിയായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമാനമായി സൈബർ ആക്രമണങ്ങളും കടൽ സുരക്ഷാ പ്രശ്നങ്ങളും വെല്ലുവിളികളായി ഉയർന്നുവരുന്നു. ലോകത്തിന്റെ പുരോഗതി യുദ്ധത്തിലല്ല മാനവികതയിലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഫ്രണ്ട്സ്, സക്സസ് ഓഫ് ഹ്യൂമാനിറ്റി ലൈസ് ഇൻ അവർ കളക്റ്റീവ് സ്ട്രെങ്ത്, നോട്ട് ഇൻ ദ बैटल फील्ड. और वैश्विक शांति एवं विकास के लिए ग्लोबल संस्थाओं में रिफॉर्म्स आवश्यक है. 25 കോടി ജനതയെയാണ് ഭാരതം 10 വർഷത്തിനിടെ ദാരിദ്ര്യമുക്തരാക്കിയത്. സുസ്ഥിര വികസനം ഭാരതം നടപ്പാക്കി കാണിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. भारत में 250 मिलियन लोगों को गरीबी से बाहर निकालकर हमने यह दिखाया है कि सस्टेनेबल डेवलपमेंट कैन बी सक्सेसफुल. सक्सेस का हमारा यह अनुभव हम ग्लोबल साउथ के साथ साझा करने के लिए तैयार है. ലോക പുരോഗതിക്ക് അന്താരാഷ്ട്ര സംഘടനകളെ പരിഷ്കരിക്കണം. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ ശബ്ദമായി മാറാൻ ഭാരതം പ്രത്യേകം ശ്രദ്ധ നൽകുന്നു. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നതാണ് ഭാരതത്തിന്റെ തത്വമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. नए नए मैदान भी बन रहे हैं. इन सभी विषयों पर मैं जोर देकर कहूंगा कि ग्लोबल एक्शन मस्ट मैच ग्लोबल एम्बिशन. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന ലക്ഷ്യത്തിനായി മനസ്സും വാക്കുകളും പ്രവൃത്തിയും അർപ്പിച്ച് മുന്നോട്ടു പോകുമെന്നും പ്രധാനമന്ത്രി UN ഫ്യൂച്ചർ സമ്മിറ്റിൽ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഐസനിലേക്ക് ഒന്ന് പോകണം. അതിന് മുമ്പ് പ്രകാശൻ വേലുക്കുട്ടിയുടെ ഒരു കമന്റ് ഉണ്ട്. പ്രദീപ് ജി, മോദി എന്താണെന്ന് അറിയണമെങ്കിൽ അമേരിക്കൻ ചാനലുകൾ കണ്ടാൽ മനസ്സിലാകും എന്നുള്ളത്. വിദേശ ചാനലുകൾ അല്ലെങ്കിൽ US അടക്കമുള്ള വാർത്താ ചാനലുകൾ ഈ സന്ദർശനത്തിന് നൽകുന്ന പ്രാധാന്യം, അതിന് നൽകുന്ന കവറേജിനെ കുറിച്ചാണ് സൂചന. ഐസൻ, ഇന്നലെ വസുദൈവ കുടുംബത്തെ കുറിച്ചുകൂടി മോദി പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നതാണ് ഭാരതത്തിന്റെ പാരമ്പര്യം എന്ന് അദ്ദേഹം UN-ലെത്തി അത് അഭിസംബോധന ചെയ്യുമ്പോൾ എല്ലാ ഭാരതീയരും അത്രത്തോളം അഭിമാനത്തോടെയാണ് അത് കേട്ടുനിന്നതല്ലേ? തീർച്ചയായും ദേവിക, നമുക്കറിയാവുന്നതാണ് നമ്മളുടെ ആ ഒരു പാരമ്പര്യം, അതായത് ഭാരതത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഏറ്റവും പൗരാണികമായൊരു ചരിത്രമാണ്. ഈ ലോകത്തിലുള്ള ഏറ്റവും പൗരാണികമായൊരു ചരിത്രമാണുള്ളത്. ആ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ, വലിയ ഫിലോസഫികളെല്ലാം തന്നെ ഭാരതത്തിലുണ്ടായത്. ഭാരതീയ തത്വചിന്തകളുടെ അടിസ്ഥാനം തന്നെ ഈ വലിയൊരു പാരമ്പര്യത്തിൽ ഊന്നി നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ വലിയ പാരമ്പര്യത്തിൻ്റെ ഭാഗമായാണ് ഈ വസുധൈവ കുടുംബകം, എല്ലാ ലോകത്തുള്ള എല്ലാവരും ഒന്നാണ്, ഒരു കുടുംബമാണ് എന്നൊരാശയം മുന്നോട്ട് വയ്ക്കുന്നത്. അതിനെ കുറെ കൂടി കൃത്യതയോടെ അല്ലെങ്കിൽ കുറെ കൂടി പ്രൊഫഷണലായി അവതരിപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന കൃത്യമായ ഒരു മറുപടി അതിൽ നിന്ന് എല്ലാം തന്നെ കിടക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നത്. അതായത് ജിയോ പൊളിറ്റിക്സിൻ്റെ വിഷയങ്ങളായാലും പരിസ്ഥിതിയുടെ വിഷയങ്ങളായാലും അതുപോലെ തന്നെ വംശീയ കലാപങ്ങളുടെ വിഷയങ്ങളായാലും ഈ വിഷയങ്ങളൊന്നും തന്നെ നമ്മുടെ മാനവികതയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് ഇതെല്ലാം തന്നെ മാനവികതയ്ക്ക് വിരുദ്ധമാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ അവയെല്ലാം പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്നൊരു നിലപാട് തന്നെയാണ് പ്രധാനമന്ത്രി തുടർച്ചയായി പറയുന്നത്. അത് വസുധൈവ കുടുംബകം എന്ന ആ ഒരു നമ്മളുടെ
രീതിയിലുള്ള, നമ്മളുടെ പാരമ്പര്യത്തിൻ്റെ രീതിയിലുള്ള അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ രീതിയിലുള്ള ഒരു പരാമർശം എന്നതിലുപരി ഇന്ന് അതിനൊരു വ്യാഖ്യാനം, ഒരു ഡെഫിനിഷൻ നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വൺ എർത്ത്, അതുപോലെ തന്നെ വൺ ഫാമിലി വൺ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന നിലപാട്. അതായത് ഈ ലോകം മുഴുവൻ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിക്കുക, ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുക, അത് മാനവികതയുടെയും മാനവിക പുരോഗതിയുടെയും ലക്ഷ്യമാവുക എന്ന കൃത്യമായൊരു നിലപാട് പ്രധാനമന്ത്രി പറയുന്നതോടെ വളരെ കൃത്യമായി അദ്ദേഹം നൽകുന്ന സന്ദേശം തന്നെ ഭാരതം തങ്ങളുടെ ചരിത്രത്തിലും തങ്ങളുടെ തത്വശാസ്ത്രത്തിലും ഊന്നിയ ഒരു വിഷയം, ഒരു സമാധാന സന്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. ഈ സമാധാന സന്ദേശം തന്നെയാണ് തുടർച്ചയായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. ഇത് തന്നെയാണ് ഇന്നലെ പ്രധാനമന്ത്രി വളരെ കൃത്യമായി UN സമ്മേളനത്തിലും വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തത്. മാനവികതയാണ് പ്രധാനം, യുദ്ധമല്ല, വിഘടനമല്ല എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുമ്പോൾ മനുഷ്യ സമൂഹം ഒന്നാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. ആ നീക്കം തന്നെയാണ് ഇന്ന് ലോകത്തിന് മുന്നിൽ പ്രധാനമന്ത്രിയെ കൃത്യമായും ഒരു രക്ഷകനെ അല്ലെങ്കിൽ ഒരു നേതാവിനെ കണ്ടെത്തുന്ന, ലോക നേതാവിനെ കണ്ടെത്തുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് നീങ്ങുന്നതും എന്നൊരു യാഥാർത്ഥ്യമാണ്. ഈ യുക്രൈൻ യുദ്ധത്തിൻ്റെ വിഷയങ്ങളായാലും അതുപോലെ തന്നെ അത്തരത്തിലുള്ള അന്താരാഷ്ട്ര ഇടപെടലുകൾ എന്തെല്ലാം പ്രധാനമന്ത്രി നടത്തുന്നുണ്ടോ അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഈ പാരമ്പര്യ ആശയത്തിലൂന്നിയ, സംസ്കാരത്തിലൂന്നിയ ഒരു തത്വശാസ്ത്രം തന്നെയാണ്. തീർച്ചയായും ഓരോ ഭാരതീയനും അഭിമാനിക്കാം, ഓരോ ഭാരതീയനും വിശ്വപൗരനായി സ്വയം കണക്കാക്കാം. അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഈ ലോകത്തിന് വേണ്ടിയുള്ള ഒരു ആശയം നൽകിയ വലിയൊരു ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ വലിയൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായവരെന്ന് അഭിമാനിക്കാനുള്ള സാധ്യത തന്നെയാണ് പ്രധാനമന്ത്രി തൻ്റെ ഓരോ നീക്കങ്ങളിലും അവതരിപ്പിക്കുന്ന കാര്യങ്ങളിലൂടെ പുറത്തു വരുന്നതും അതിൽ കൃത്യമായ ആശയങ്ങൾ ലോകത്തോട് സംവദിക്കുകയും ചെയ്യുന്നത്. ദേവിക. യെസ്, അത് തന്നെയാണ് ഒരു വിശ്വഗുരുവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സമാധാന ദൂതനായി മാറുന്നു, വിശ്വ നേതാവായി മാറുന്നു. എല്ലാവരും, ജോ ബൈഡൻ അടക്കമുള്ളവർ ഇഷ്ടത്തോടെയാണെങ്കിലും അല്ലെങ്കിലും നിർബന്ധിക്കപ്പെടുകയാണ് മോദിക്ക് പിന്നിൽ അണിനിരക്കാൻ, അല്ലെങ്കിൽ മോദിയുടെ മാധ്യസ്ഥ്യം സ്വീകരിക്കാൻ, അല്ലേ? രാജ്യാന്തര വാർത്തകൾ ഇനിയും പ്രധാനപ്പെട്ടത് ധാരാളമുണ്ട്, പക്ഷേ അതിലേക്കെല്ലാം വരാം ഇടവേളയ്ക്ക് ശേഷം. ഒരിക്കൽ കൂടി കഴിഞ്ഞ 2 ദിവസങ്ങളായി നടക്കുന്ന ആ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ മരണസംഖ്യ 490 കടന്നു. പരിക്കേറ്റവരുടെ എണ്ണം 1500 മരിച്ചവരിൽ അധികം സ്ത്രീകളും കുട്ടികളുമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ലെബനനിലെ ബക്കാവാലിയിലടക്കം പ്രദേശവാസികളോട് മാറി താമസിക്കാൻ ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ ആക്രമണം ഇനിയും തുടരുമെന്നും ഇസ്രയേൽ അറിയിച്ചു. ഹിസ്ബുള്ളയുടെ ഭീകരവാദത്തിനെതിരായ പോരാട്ടം എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആക്രമണങ്ങളെ വിശേഷിപ്പിച്ചത്. Message for the people of Lebanon. Israel's war is not with you. It's with Hezbollah. For too long, Hezbollah has been using you as human shields. It placed rockets in your living rooms and missiles in your garage. Those rockets and missiles are aimed directly at our cities, directly at our citizens. To defend our people against Hezbollah strikes, we must take out those weapons. Now, starting this morning, the IDF has warned you to get out of harm's way. I urge you, take this warning seriously. Don't let Hezbollah endanger your lives and the lives of your loved ones. Don't let Hezbollah endanger Lebanon. Please, get out of harm's way now. Once our operation is finished, you can come back safely to your homes. യെസ്, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മനീഷ് പി ഉണ്ണി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മനീഷ്, ഇതിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ, അതിനുശേഷം ഇത് വിളിച്ചു വരുത്തിയ ദുരന്തം എന്ന് വേറൊരർത്ഥത്തിൽ പറയാം. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അനാവശ്യമായി പ്രകോപിപ്പിച്ച് കൃത്യമായ തീവ്രവാദ ആക്രമണം. ഇത് ലെബനനെയും ഹെസ്ബുള്ളയെയും 2ആയി കാണണം. ഈ പലസ്തീനും ഹമാസും 2ആയി കാണുന്നത് പോലെ തന്നെയാണ്. പലസ്തീൻ ഒരു രാഷ്ട്രമാണെങ്കിൽ ഹമാസ് അവിടെ കേന്ദ്രമാക്കിയ ഭീകര സംഘടന, അതിൽ സംശയം വേണ്ട, തർക്കം വേണ്ട, മറ്റ് ഡെക്കറേഷനുകളുടെ ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് ലെബനൻ എന്നുള്ള മനോഹരമായ സുന്ദരമായ ഒരു രാഷ്ട്രം, ഈ മേഖലയിലെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രം. ആ ലെബനൻ കേന്ദ്രീകരിച്ച് അവിടം പിടിച്ചടക്കി വെച്ച്, അല്ലെങ്കിൽ അവിടം കേന്ദ്രമാക്കി തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് ഹെസ്ബുള്ള. ഈ കൃത്യമായ ഹിസ്ബുള്ളയുടെ തുടർച്ചയായ ഭീകരവാദ തീവ്രവാദ ആക്രമണങ്ങൾ, റോക്കറ്റ് ആക്രമണങ്ങൾ, ഇതിൽ മടുത്തിട്ട് ഇസ്രയേൽ കൃത്യമായി മുന്നറിയിപ്പ് നൽകി. ഈ ലെബനന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നാവശ്യപ്പെട്ടു. കാരണം ഇവരുടെ ആയുധപ്പുരകൾ അടക്കം ആക്രമിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകി. പക്ഷേ ഹിസ്ബുള്ള എന്താണ് ചെയ്തത്?
ഈ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ അവിടെ നിന്ന് മാറുന്നതിൽ നിന്ന് വിലക്കി, ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഉറപ്പ് നൽകി. അപ്പോൾ ഇതിന് 2-3 മാനങ്ങൾ ഇല്ലേ മനീഷ്? എന്താണ് അവിടുത്തെ ഏറ്റവും പുതിയ അവസ്ഥ ഈ ലെബനനിലെയും ഇസ്രായേലിലെയും? ഗുഡ് മോർണിംഗ് പ്രദീപ്, ദേവിക. ഏതായാലും ലെബനനിലും ഇസ്രായേലും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നു എന്ന് വേണം പറയാൻ. ഹിസ്ബുള്ള ആ രീതിക്കാണ് നീങ്ങുന്നത്. കാരണം കഴിഞ്ഞ ദിവസം മുതലേ തുടങ്ങിയ പ്രത്യാക്രമണങ്ങൾ ഇപ്പോൾ കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അതിന് കാരണം എന്ന് പറയുന്നത് ഹമാസ് അല്ലെങ്കിൽ ഹിസ്ബുള്ള അതിന് നേരെ നടത്തുന്ന ഇസ്രായേലിന് നേരെ നടത്തുന്ന ഒരു ആക്രമണമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇസ്രായേൽ ഇപ്പോൾ പ്രത്യാക്രമണത്തിന് കാരണം. ഏതായാലും മരണസംഖ്യ നോക്കുകയാണെങ്കിൽ ഇതുവരെ ഇന്നലെ നടന്ന സ്ഫോടനത്തിൽ ഇതുവരെ ഉണ്ടായ മരണസംഖ്യ 492 എത്തുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നതാണ്. മാത്രമല്ല 1000-ലധികം ആളുകൾ വിവിധ പ്രദേശങ്ങളെ പരിക്കുകൾ പറ്റി ആശുപത്രിയിലാണെന്ന് ഉള്ള വാർത്തകളും വരുന്നുണ്ട്. ഏതായാലും അതിൽ അധികം ആളുകളും കുട്ടികളും സ്ത്രീകളുമാണ് ഇപ്പോൾ പരിക്ക് പറ്റി ആശുപത്രിയിൽ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം ഈ ആക്രമണത്തിൽ ഒരു മുതിർന്ന നേതാവ് അലി കരാക്കി കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും ആ വാർത്ത നിഷേധിച്ചുകൊണ്ട് ലെബനൻ രംഗത്തെത്തിയിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വാർത്ത അതാണ്. ഏതായാലും മരണസംഖ്യ ഉയരുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ പ്രദേശത്ത് വീണ്ടും വ്യോമാക്രമണം തുടങ്ങുന്നു എന്നുള്ള വാർത്തകളും ഈ സമയം വരുന്നുണ്ട്. പ്രദീപ്, ദേവിക. ശരി മനീഷ്, ഇതിൽ മറ്റൊരു ഭാഗം ഉള്ളത്, ഒരു ഭാഗത്ത് ഈ ആക്രമണം, മരണം ഒക്കെ വരുമ്പോൾ മറുഭാഗത്ത് പലപ്പോഴും ഇന്നിപ്പോൾ രാവിലെ ചില മലയാള പത്രങ്ങളടക്കം ഞാൻ കണ്ടു, കൂട്ടക്കുരുതി എന്നൊക്കെയാണ്. അതായത് സമാധാനമായി ജീവിച്ച് പൊക്കോണ്ടിരുന്ന ഒരു സുന്ദര രാഷ്ട്രമായ ലെബനൻ അർദ്ധരാത്രി പോയി ഇസ്രയേൽ എന്നൊരു വലിയ ദുഷ്ടശക്തി പോയി ഈ ബോംബൊക്കെ വർഷിച്ച് കൂട്ടക്കുരുതി നടത്തി എന്നല്ലേ ആ തലക്കെട്ട് കണ്ടാൽ തോന്നും. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്തിന്, ആർക്ക് വേണ്ടി മറച്ചു വയ്ക്കുന്നു? യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഹമാസ് ഇസ്രയേലിൽ ചെയ്തതുപോലെ തന്നെ രാത്രി വീടുകളിൽ ഉറങ്ങിക്കിടന്നിരുന്ന സ്ത്രീകളും കുട്ടികളും പ്രായമായവരും അടക്കമുള്ളവരെ ഒന്നുകിൽ കൂട്ടക്കൊല ചെയ്യുകയോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തുകയോ ബന്ദികളാക്കുകയോ ചെയ്തിട്ട് അവരെ തിരിച്ചു കിട്ടാനായി തിരിച്ചടിച്ചപ്പോൾ അത് വലിയ വാർത്തയാവുന്നു. ഗാസ ഗാസ എന്ന കരച്ചിൽ ഉയരുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? തുടർച്ചയായി റോക്കറ്റ് ആക്രമണം ഉണ്ടാകുന്നു ഇസ്രയേലിന് നേരെ. ഇസ്രയേൽ പറയുന്നു ഇനി തിരിച്ചടിക്കും, ഇത് നിർത്തുന്നില്ല, മുന്നറിയിപ്പ് നൽകുന്നു, തിരിച്ചടി തുടങ്ങാൻ പോവുകയാണ്, ഇന്ന പ്രദേശങ്ങളിൽ ആക്രമണം ഉണ്ടാവും എന്ന് പറഞ്ഞ ശേഷം ആ പാവപ്പെട്ടവരെ, ആ നിഷ്കളങ്കരായ സ്ത്രീകളെയും കുട്ടികളെയും അവിടെ നിന്ന് മാറാൻ അനുവദിക്കാതെ അവിടെ തന്നെ നിർത്തി അവർ സൃഷ്ടിക്കാൻ ശ്രമിച്ചത് എന്താണ്? ഒരു ഹ്യൂമൻ വാൾ ആണോ? മനുഷ്യ മതിലാണോ? അത് അങ്ങനെ വിളിച്ചു വരുത്തിയ ദുരന്തമല്ലേ ഇത്? ഇക്കാര്യം ഇവിടെയുള്ള പല മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല, ദേശീയ മാധ്യമങ്ങളല്ലാതെ. പ്രദീപ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം നമ്മൾ കുറച്ചു മുമ്പ് കേട്ട ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ബൈറ്റിൽ നിന്നും അത് വ്യക്തമാണ്. കാരണം ഹിസ്ബുള്ളയുടെ ഈ ഭീകരവാദത്തിന് എതിരെയുള്ള ഒരു പോരാട്ടം എന്നുള്ളത് അദ്ദേഹം എടുത്തു പറഞ്ഞത് കുറച്ചു മുമ്പ് കേട്ടതാണ്. അത് തന്നെയാണ് ഇവിടെ ഹിസ്ബുള്ള ആണ് നിരന്തരമായി പ്രകോപിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുന്നത് എന്ന് വേണം കരുതാൻ. പ്രദീപ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആളുകളോട് മാറാനായിട്ട് ഇസ്രായേൽ നിരന്തരമായി മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ആക്രമണങ്ങൾ ഉണ്ടാകില്ല, ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ആളുകളെ ഒരു സ്ഥലത്ത് ഏകോപിപ്പിച്ചുകൊണ്ട് അവരെല്ലാം മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സമീപനമാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് പ്രദീപ് പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. പ്രദീപ്, ശരി. മനീഷിലേക്ക് വരാം. ധാരാളം കമന്റ്സ് ഇതിനെക്കുറിച്ച് വരുന്നുണ്ട് അല്ലെ ദേവിക? അതെ, ജനം TV മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ ഉണർന്നിരിക്കുന്നത്, മറ്റു മാധ്യമങ്ങളെല്ലാം ഉറങ്ങുമ്പോൾ എന്ന ചില കമന്റുകൾ. കുട്ടൻ കൃഷ്ണയുടെ കമന്റ്. ഹാരിക്സ് അരിമാലി ചോദിക്കുന്നു, ലെബനൻ വാർത്തയിൽ നിന്ന്. ഹാരിക്സ് അരിമാലി, ഇത്രയും നേരം അത് തന്നെ ആയിരുന്നില്ലേ? രാധാകൃഷ്ണൻ വൈകുണ്ഠൻജി വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കമന്റും ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഗതയുള്ള ഗണേഷ് കുമാർ ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിരാംഗങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം ഭാരതം വരണം എന്ന് പറയുന്നു. പക്ഷെ അത് തോന്നേണ്ടവർ കൂടി തോന്നണം. അതെ, സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നേ എന്നുള്ള കരച്ചിൽ ഉയർത്താനാണ് ശ്രമം എന്നാണ് ശ്രീ രാധാകൃഷ്ണൻ വൈകുണ്ഠൻ പറയുന്നത്. മുരളീധരൻ പി, അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥിരം പ്രേക്ഷകരെല്ലാവരും വന്നിട്ടുണ്ട്. പ്രകാശൻ വേൽക്കുട്ടി പറയുന്നു, ഇസ്രയേൽ അവരെ ആക്രമിച്ചവരെ വെറുതെ വിടും എന്ന് കരുതുന്നുണ്ടോ എന്ന്? ഒരിക്കലും ഇല്ല, എന്തായാലും അതുണ്ടാവില്ല. ഹിസ്ബോൾ ഇല്ലാത്തവർക്ക് നിരനിരയായി
ഇത്ര ദിവസമായിട്ടും 492 പേർ മാത്രം. ഒരു ബോംബിട്ടാൽ 1,00,000 പേർ എന്നൊക്കെയാണ് സുഗതൻ പി പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടും സത്യസന്ധമായ വാർത്തകളും മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൽ ഒരു ഭാഗത്തെ ന്യായീകരിക്കാനോ ഒന്നും കഴിയുന്നില്ല. ഇനി പൂരം വാർത്തയിലേക്കാണ്. തൃശൂർ പൂരം കലക്കലിൽ ADGPക്കെതിരെ നിലപാട് കടുപ്പിച്ച് CPI. ജനയുഗം പത്രത്തിന്റെ മുഖപ്രസംഗത്തിലാണ് പരാമർശം. അന്വേഷണ റിപ്പോർട്ട് ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെക്കും. ക്രമസമാധാന ചുമതലയുള്ള ADGP സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നിട്ടും ഇടപെടാത്തതിൽ ദുരൂഹത. പൂരം കലക്കൽ അട്ടിമറിയെന്ന് പൊതുജന വികാരം ഉണ്ടെന്നും മുഖപ്രസംഗത്തിൽ. വിവരങ്ങളുമായി VV വിനീഷ് ചേരുന്നു. വിനീഷ്, നമസ്തേ, സ്വാഗതം പുത്തമ്പുലരിയിലേക്ക്. വളരെ നിർണായകമായ ഒരു സമീപനമാണല്ലോ CPI ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ADGPയുടെ റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് നമ്മൾ വാർത്ത ചെയ്തിരുന്നു. അതായത് ഈ ഒരു സംഭവത്തിൽ പോലീസിനെ ആകെ വെള്ളപൂശി, അതല്ലെങ്കിൽ SP ഒരു ജാഗ്രത കുറവുണ്ടായി, SP വേണ്ടത്ര ഇടപെടൽ നടത്തിയില്ല എന്നൊക്കെ പറയുകയും മറ്റു തരത്തിൽ ഒരു ഗൂഢാലോചനയും അട്ടിമറി ഉണ്ടായിട്ടില്ല എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്ന റിപ്പോർട്ടാണ് ADGP DGPക്ക് കൈമാറിയത്. ഇനി DGP ഇതിന്റെ മുകളിൽ ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് കാത്തിരിക്കാം. എന്തായാലും CPI, പ്രത്യേകിച്ച് നമുക്കൊക്കെ അറിയാം, മുൻ മന്ത്രി സുനിൽകുമാർ അവിടെ സജീവമായി ഉണ്ടായിരുന്നു. സുനിൽകുമാർ തുടക്കം മുതൽ തന്നെ പോലീസിനെതിരായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. വിനീഷ്. ഗുഡ് മോർണിംഗ് പ്രദീപുള്ള, ദേവിക. എന്തായിരുന്നാലും പ്രദീപുള്ള സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ADGP MR അജിത് കുമാറിനെ വിടാതെ പിന്തുടരുകയാണ് CPI എന്നാണ് നമുക്ക് CPIയുടെ മുഖപത്രമായ ജനയുഗം എന്ന പത്രത്തിലെ മുഖപത്രത്തെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പൂരം കലക്കൽ വിഷയം അത് CPMന് അല്ലെങ്കിൽ CPIക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്യുന്ന ഒരു സാഹചര്യം തൃശൂർ ഇലക്ഷൻ ഉണ്ടായി. ആ ഘട്ടത്തിൽ ഇനി ജനങ്ങളുടെ മുന്നിൽ ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം CPIയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പ്രത്യേകിച്ച് പൂരം കലക്കിയതിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് CPI നടത്തുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലെ ഒരു വിഭാഗം നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ജനയുഗം പത്രത്തിലെ മുഖപ്രസംഗം എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും നിലപാടുകൾ കടുപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് CPI. ഒപ്പം തന്നെ ADGPക്കെതിരായ ആക്ഷേപങ്ങൾ അത് വലിയ തോതിൽ ഉയർത്തിക്കൊണ്ട് വീണ്ടും വിവാദങ്ങൾ കെട്ടടങ്ങുന്ന സാഹചര്യത്തിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ CPI ശ്രമിക്കുന്നു. കാരണം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിലെ നിയമസഭാ മണ്ഡലം അല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലം ഒക്കെ CPIയുടെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ്. അത് കൈവിട്ടു പോയപ്പോഴുള്ള ഒരു വിരളി പൂണ്ടുള്ള ഒരു സമീപനം തന്നെയാണ് CPIയുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഉണ്ടാകുന്നത് എന്ന് നമുക്ക് രാഷ്ട്രീയമായി ഈ വിഷയത്തെ വിലയിരുത്താം. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് എന്ത് സംഭവിച്ചാലും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ CPI എത്തി നിൽക്കുന്നത്. എന്തായിരുന്നാലും ADGPക്കെതിരായ നിലപാട് വീണ്ടും കടുപ്പിച്ച് CPI നേതാക്കൾ രംഗത്തെത്തുമ്പോൾ തന്നെ CPIയുടെ മുഖപത്രമായ ജനയുഗത്തിലും ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ച് തന്നെയാണ് CPI നേതാക്കളും രംഗത്തെത്തുന്നത്. എന്തായിരുന്നാലും ADGPക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്നാണ് മുഖപ്രസംഗത്തിലെ ഉള്ളടക്കം എന്നാണ് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിനെ പരോക്ഷമായി വിമർശിക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനെ സംരക്ഷിക്കുന്ന നിലപാട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ നിലപാട് കടുപ്പിക്കാത്ത ഒരു സാഹചര്യം തന്നെയാണ് CPI നേതാക്കൾ വച്ചു പുലർത്തുന്നത്. അത് ഈ മുഖപ്രസംഗത്തിലൂടെ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. എന്തായിരുന്നാലും പോലീസിൽ ADGPക്കെതിരായി നൽകിയ റിപ്പോർട്ട് അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് അത് ADGPയെ സംരക്ഷിക്കാനോ ആണെന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ CPIയുടെ മുഖപത്രമായ ജനയുഗത്തിലൂടെ CPI നേതാക്കൾ പറഞ്ഞു വെക്കുന്നത്. എന്തായിരുന്നാലും വരും ദിവസങ്ങളിൽ ഇതൊരു വിവാദ വിഷയമായി വീണ്ടും പടർന്നു കത്താനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇടതുപക്ഷത്തിൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷ യോഗം ചേർന്ന സമയത്ത് പോലും ഇടതുമുന്നണി യോഗം ചേർന്ന സമയത്ത് പോലും കൃത്യമായി CPIയുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ADGPക്കെതിരായ ആക്ഷേപങ്ങൾ അത് ആക്ഷേപ നിലപാടുകളിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായിരുന്നാലും
അതിൻ്റെ ഒരു പിന്നാമ്പുറത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയെന്നും വേണം നമുക്ക് ഈ ഒരു മുഖപ്രസംഗത്തെ വിലയിരുത്താൻ സാധിക്കുക. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ADGPക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിൽ അതൃപ്തിയുണ്ടെന്ന് CPI തങ്ങളുടെ മുഖപ്രസംഗത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. പ്രദീപ്. വിനീഷ്, ഇതിനും അപ്പുറത്തേക്ക് ADGPയെ ലക്ഷ്യമിടുമ്പോൾ ADGPക്ക് മുകളിൽ ആഭ്യന്തര വകുപ്പുണ്ട്, ആഭ്യന്തര ചുമതലയുള്ള മന്ത്രിയുണ്ട്, അത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഒട്ടും മറയില്ലാതെ അത് ആഭ്യന്തര വകുപ്പിന് നേരെയും മുഖ്യമന്ത്രിക്ക് നേരെയും കൂടിയല്ലേ CPIയുടെ ഈ പടപ്പുറപ്പാട്? വിനീഷ് പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഏറ്റവും അധികം നഷ്ടവും വിഷമവും CPIക്കാണ്. കയ്യിലിരുന്ന സീറ്റ് നഷ്ടപ്പെട്ടത് ഈ വിവാദം കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ പൂരം അട്ടിമറി മൂലമാണ് എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും. പക്ഷേ പരസ്യമായി മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിക്കാനുള്ള ശക്തി CPI നേതാക്കൾക്കില്ല. ആ ഒരു ഘട്ടത്തിലാണ് ആഭ്യന്തര വകുപ്പിനെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കാനുള്ള ശ്രമം, ADGP വിവാദം അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമവും CPI നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പരോക്ഷമായി ഇത് ചെന്ന് ഏൽക്കുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ അൻവർ എറിഞ്ഞ ആ അമ്പ് എങ്ങനെയാണ് അത് ആ തരത്തിൽ തന്നെ ശശിയിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ശ്രമവും CPI നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ മുഖപ്രസംഗത്തിലും വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്. പോലീസിലെ അന്വേഷണ റിപ്പോർട്ട് അത് ADGPയെ സംരക്ഷിക്കുന്നതാണ് എന്ന നിലപാട് CPI കൈക്കൊള്ളുന്നതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ തലോടുന്ന ഒരു സാഹചര്യം, മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായ ഒരു പ്രതികരണം നടത്താൻ CPI നേതാക്കൾ തയ്യാറാകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരോക്ഷ വിമർശനങ്ങളിലൂടെ സർക്കാരിനെ വിമർശിക്കുക എന്ന ലക്ഷ്യം CPI നേതാക്കൾ ഇപ്പോഴും ഉന്നം വയ്ക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം തന്നെയാണ് CPIയുടെ മുഖപത്രമായ ജനയുഗത്തിലെ ഈ മുഖപ്രസംഗം എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ശരി വിനീഷ്, ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ ഒപ്പം തന്നെ DGP നൽകുന്നത് എന്ത് തരത്തിൽ നൽകിയത് എന്ത് വിശദാംശങ്ങൾ അടങ്ങുന്ന റിപ്പോർട്ടാണ് എന്നും കൂടി. യെസ്, അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഏറെ ആശങ്കാജനകമായി നോക്കിക്കാണേണ്ട ഒരു റിപ്പോർട്ടിലേക്കാണ്. സംസ്ഥാനത്ത് എംപോക്സ് ക്ലോഡ് 1B സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കും. സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് ടീം സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി എല്ലാ ജില്ലകൾക്കും അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദേശത്ത് നിന്ന് വരുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ്. ടിൻഡു ഉണ്ട് വിവരങ്ങളുമായി. ടിൻഡു, ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിൽ അതിതീവ്ര വ്യാപന ശേഷിയുള്ള ഈ ഒരു വകഭേദം സ്ഥിരീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾക്കൊപ്പം തന്നെ നിയന്ത്രണങ്ങളും സംസ്ഥാനത്ത് ഏർപ്പെടുത്താനുള്ള സാധ്യതയാണോ കാണുന്നത്? തീർച്ചയായിട്ടും ദേവിക, ഓർത്തോപോക്സ് വൈറസ് വിഭാഗത്തിൽപ്പെട്ട ഒരു സ്പീഷീസാണ് മങ്കി പോക്സ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും അതിതീവ്രമായിട്ട് വ്യാപനശേഷിയുള്ള ക്ലേഡ് 1 ആണ് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിട്ടുള്ളത്. നേരത്തെ ഇന്ത്യയിൽ സ്ഥിരീകരിച്ചതും ക്ലേഡ് 1 തന്നെയാണ് എന്നാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ തുടരെ രണ്ടാമത്തെ തവണയും ഇത്തരത്തിൽ മങ്കി പോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യ വിഭാഗം അതിജാഗ്രത പുലർത്തുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയുള്ളത്. ഏത് അടിയന്തര ഘട്ടത്തിലും പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മങ്കി പോക്സ് പടരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അതിതീവ്രമായിട്ടുള്ള വ്യാപനശേഷി ഉള്ളതാണ്. കിടക്ക, അതോടൊപ്പം തന്നെ ശരീരസ്രവങ്ങൾ, മുറിവ് തുടങ്ങിയ ക്ഷതങ്ങൾ തുടങ്ങിയവയിൽ സ്പർശിക്കുന്നതിലൂടെയാണ് ഒരുപക്ഷെ മങ്കി പോക്സ് പെട്ടെന്ന് പടർന്നു പിടിക്കുന്നത്. പശ്ചിമ ആഫ്രിക്കയിലാണ് ആദ്യമായിട്ട് മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്തതെങ്കിലും അതിന് ജനിതകമായിട്ട് മാറ്റങ്ങൾ വൈറസിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ആദ്യഘട്ടങ്ങളിൽ പ്രാരംഭഘട്ടത്തിൽ പടർന്നു പിടിച്ച വൈറസിന് സമാനമായിട്ടുള്ള രീതികളല്ല ഇതിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിവ്യാപനശേഷി ഉള്ളതും മരണനിരക്ക് പൊതുവെ കൂടുതലുമായിട്ട് ഈ രോഗം സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്നത് ഒഴിവാക്കാനുള്ള എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾ പാലിക്കണമെന്നും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പുണ്ട്. കൂടാതെ നമുക്കറിയാം മങ്കി പോക്സുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കേരളം ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ പുതിയ വകഭേദത്തെ തുടർന്ന് ഈ മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ ഉടൻ പുറത്തിറക്കുമെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം
പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് എലിപ്പനി വ്യാപനമാണ്. ഈ മങ്കി പോക്സിനോടൊപ്പം തന്നെ എലിപ്പനിയും പടർന്നു പിടിക്കുന്നുണ്ട്. എലിപ്പനിയുടെ കഴിഞ്ഞ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്ത് ഈ വർഷവും അതോടൊപ്പം തന്നെ തുടരെയും ഇത്തരത്തിൽ എലിപ്പനി പടർന്നു പിടിക്കുന്നതോടൊപ്പം തന്നെ മരണനിരക്കും കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ എലിപ്പനി പ്രതിരോധങ്ങൾ ഈ ഘട്ടത്തിൽ ഈ എലിപ്പനി പ്രതിരോധങ്ങളും അതിജാഗ്രതയോടെ തന്നെ പാലിക്കപ്പെടേണ്ടതുണ്ട്. കാരണം മങ്കി പോക്സ് പടർന്നു പിടിക്കുന്ന സാഹചര്യങ്ങളിൽ മറ്റ് രോഗങ്ങൾ കൂടി പടർന്നു പിടിക്കുന്നുണ്ട്. അതും ഒരു ജാഗ്രത പുലർത്തേണ്ട ഒരു ഘട്ടമാണ്. ഈ മങ്കി പോക്സ് നിലവിൽ 2 പേർക്കാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മലബാർ തുടങ്ങിയ മേഖലകളിൽ മങ്കി പോക്സുമായി ബന്ധപ്പെട്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായിട്ട് തന്നെ പാലിക്കണമെന്നും അറിയിക്കുന്നുണ്ട്. വസൂരിക്ക് സമാനമായിട്ടുള്ള രോഗമായതുകൊണ്ട് തന്നെ ഈ ശരീരസ്രവങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ മങ്കി പോക്സ് പിടിപെട്ടവരെ പരിപാലിക്കുന്നവർ ഈ ശരീരസ്രവങ്ങൾ കഴിവതും ആ മുറിവിട്ട് തന്നെ പുറത്തു പോകാത്ത രീതിയിൽ അത് അത്രയും വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിവ്യാപനശേഷിയും മരണസംഖ്യ കൂടാനുള്ള രോഗമാണ് മങ്കി പോക്സ്. എന്തായാലും സംസ്ഥാനത്ത് മങ്കി പോക്സുമായി ബന്ധപ്പെട്ട നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പുതുക്കും. ആ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ ഐസൊലേഷൻ സംവിധാനങ്ങൾ, കിടക്കകൾ ഇതെല്ലാം ഉറപ്പാക്കണമെന്നും ആരോഗ്യ വിഭാഗം അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദേവിക, അത് തന്നെയാണ് സംസ്ഥാനത്ത് എംപോക്സ് ക്ലേഡ് 1B സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കും. സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് ടീം സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി. എല്ലാ ജില്ലകളിലും അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദേശത്ത് നിന്ന് വരുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത വാർത്തയിലേക്ക്. മൃദംഗത്തിന്റെ അതേ നാദസുഖം പകരുന്ന പുതിയ വാദ്യോപകരണം കണ്ടുപിടിച്ച് പ്രശസ്ത മൃദംഗ വിദ്വാൻ കുഴൽമന്ദൻ രാമകൃഷ്ണൻ ശ്രീ മൃദു എന്ന വാദ്യോപകരണമാണ് കുഴൽമന്ദൻ രാമകൃഷ്ണൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. മൃദംഗത്തിലെ ഒരുപാട് ശ്രുതികൾ ഈ ഒറ്റ ഉപകരണത്തിൽ ലഭിക്കുമെന്നതും ഭാരം നന്നേ കുറവാണ് എന്നതുമാണ് പ്രത്യേകത. യാത്രകളിൽ സൗകര്യപ്രദമായി കൊണ്ടു നടക്കാവുന്ന മൃദംഗത്തിനായുള്ള അന്വേഷണമാണ് മൃദംഗവാദനത്തിൽ ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുള്ള കുഴൽമന്ദം രാമകൃഷ്ണനെ ശ്രീമൃദു എന്ന പുത്തൻ വാദ്യോപകരണത്തിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മരവും മൃഗത്തോലുമാണ് മൃദംഗ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതെങ്കിൽ ശ്രീമൃദു നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീലും ഫൈബറും ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ ഉപകരണത്തിന്റെ ഭാരം നന്നേ കുറവുമാണ്. ഒരുപാട് ശ്രുതികൾ ഒറ്റ ഉപകരണത്തിൽ തന്നെ ലഭിക്കും എന്നത് ശ്രീമൃദുവിന്റെ പ്രത്യേകതയാണ്. ബംഗളൂരുവിലെ കാരുണ്യ മ്യൂസിക്കൽസിലെ ഡോക്ടർ വരദരാജന്റെ സഹായത്തോടെയാണ് ഇടം തലയിലും വലം തലയിലും തോലിന് പകരം ഫൈബർ ഉപയോഗിച്ചു തുടങ്ങിയത്. ഇരുതലകളുടെയും മുഖപ്പുകൾ മൃദംഗത്തിന് സമാനമാക്കിയതോടെ ശ്രീമൃദു എന്ന വാദ്യോപകരണം പിറന്നു. ശ്രീമൃദു എന്ന് പറഞ്ഞാൽ മൃദംഗത്തിൻ്റെ നാദം ജനിപ്പിക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു ആകൃതിയിലുള്ള ഒരു ഉപകരണം. ആകൃതി എന്ന് വെച്ചാൽ അത് അന്തർഭാഗത്ത് മാത്രമാണ്, അത് പുറത്ത് അതൊന്നും പ്രകടമായിട്ടില്ല. കാരണം അതാണ് ഈ മൃദംഗം. ലെതർ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് സിന്തറ്റിക് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്ലൈമറ്റിൻ്റെ വ്യത്യാസമോ അല്ലെങ്കിൽ മറ്റ് പല നമുക്ക് ചിലപ്പോൾ ഈ കാലാവസ്ഥ വരുമ്പോൾ നമുക്ക് ശ്രുതിയൊന്നും പറഞ്ഞാൽ അനുസരിക്കില്ല. അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടിയാലേ നമുക്ക് പ്രോഗ്രാം നന്നാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഭാഗത്തിൽ നമുക്കത് ഉപകരിക്കാൻ പറ്റും. ഇതിനോടകം തന്നെ ഉപകരണത്തിന് രാമകൃഷ്ണൻ പേറ്റന്റ് എടുത്തിട്ടുണ്ട്. ആവശ്യമായ കലാകാരന്മാർക്ക് ഇനി ഉപകരണം ലഭ്യമാവാൻ ആവശ്യമായ സഹായങ്ങൾക്ക് തയ്യാറാണെന്നും രാമകൃഷ്ണൻ പറയുന്നു. ജനം, പാലക്കാട്. പ്രായം ഒരു പ്രശ്നമേ അല്ല എന്ന് കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത്തരം ഒരു റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. അലുമിനിയം ഷീറ്റിൽ മനോഹര ചിത്രങ്ങൾ ഒരുക്കി കമലമ്മ. 73-ാം വയസ്സിലും നിറങ്ങളുടെ ലോകത്ത് വിശ്രമമില്ലാതെ ജോലി ചെയ്യുകയാണ് കോഴിക്കോട് മാവൂരിലെ ഈ കലാകാരി. അലുമിനിയം ഷീറ്റിൽ ചിത്രങ്ങൾ വരയ്ക്കുക, അതിൽ നിറങ്ങൾ ചാലിക്കുക, അത്ര എളുപ്പമുള്ളതല്ല ഇത്.
എന്നാൽ കമലമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഇതാണ്. കുറഞ്ഞത് 5 ദിവസമെങ്കിലും എടുക്കും ചിത്രം വരച്ച് നിറം കൊടുക്കാൻ. വലിയ ചിത്രങ്ങളാണെങ്കിൽ മാസങ്ങളും. കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തായിരുന്നു ജീവിതയാത്ര. എന്നാൽ ഒരപകടം തളർത്തിയപ്പോൾ കലയെ കൂടെ ചേർക്കുകയായിരുന്നു. കല എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്. വളരെ ചെറുതിലേ ഞാൻ വരയ്ക്കുമായിരുന്നു. പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് ഈ വർക്കിൻ്റെ ഒക്കെ ഇടയിൽ ഞാൻ ഓരോ വിഷയം എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ കണ്ടാൽ എനിക്കത് എത്ര പ്രയാസപ്പെട്ടിട്ടായാലും ഞാൻ പോയി പഠിക്കും. ഇതെല്ലാം സെപ്പറേറ്റ് ഗ്ലാസ് പെയിൻറ്റ്, ഡെക്കോപ്പാജ്, പോട്ട് ഡെക്കറേഷൻ ആൻഡ് പോട്ട് പെയിൻറ്റിങ്, ഒരുപാട് എന്തെല്ലോ പഠിച്ചെല്ലാം ഇങ്ങനെ കൂടുതൽ ഇൻട്രസ്റ്റ് ഇതിനോടാണ്. മെറ്റൽ എംബോസിങ് ഒരു ചെറിയ പിക്ചർ തീർന്ന 4-5 ദിവസമെങ്കിലും വരും. ഏറ്റവും കുറഞ്ഞൊരു ചെറിയ പിക്ചർ 5 ദിവസമെങ്കിലും വരും ഫുൾ ടൈം. ഒരുപാട് ക്ഷമയും അതിനോട് അത്രയും ഓരോ മനസ്സർപ്പിച്ചായിരിക്കും ചെയ്യുന്നത്. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിനിയാണെങ്കിലും 8ാം വയസ്സ് മുതൽ മാവൂർ കേച്ചേരിക്കുന്നിലാണ്. സ്വീകരണമുറി നിറയെ ചിത്രങ്ങളാണ്. സഹോദരിയുടെ മകനാണ് ചിത്രങ്ങൾ ആവശ്യക്കാർക്ക് എത്തിക്കുന്നത്. അലുമിനിയം ഷീറ്റിൽ വരച്ച ചിത്രങ്ങളുടെ ഒരു പ്രദർശനം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ. പ്രായം തളർത്തുവോളം വരയ്ക്കണം. ആവുന്ന കാലത്തോളം ആരെയും ആശ്രയിക്കാതെ കഴിയണം. കമലമ്മയുടെ ജീവിതവും വാക്കുകളും പ്രചോദനമാണ്, മാതൃകയാണ്. ജനം, കോഴിക്കോട്. ഇനി കശ്മീരിലേക്ക് പോവാണ്. കശ്മീർ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും പ്രചാരണവും വോട്ടെടുപ്പും എല്ലാം വിശദമായി റിപ്പോർട്ട് ചെയ്യുകയാണ് ജനൻ TV ടീം. ജിഷ്ണു കൃഷ്ണനും സഞ്ജയ് കൗശലും ചേർന്ന വാർത്താ സംഘം ദിവസങ്ങളായി അവിടെ തന്നെ തുടരുന്നുണ്ട്. നാഷണൽ കോൺഫറൻസ് കശ്മീരിലെ യുവാക്കളെ വീണ്ടും വിഘടനവാദത്തിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയാണ്. ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി. NC കോൺഗ്രസ് സഖ്യത്തെ ജനങ്ങൾ പരാജയപ്പെടുത്തും. BJPയുടെ അജണ്ട നടപ്പാക്കാൻ സഹായിച്ചത് നാഷണൽ കോൺഫറൻസ് ആണെന്നും ബീർവയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ മെഹബൂബ മുഫ്തി പറഞ്ഞു. ശ്രീനഗറിൽ നിന്ന് 35 കിലോമീറ്ററോളം അകലെ ബുഡ്ഗാം മേഖലയിലെ ബീർവ മണ്ഡലം. മുൻപ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലെറിഞ്ഞ യുവാവിനെ സൈനിക വാഹനത്തിനു മുൻപിൽ കെട്ടിയിട്ടത് ഈ മേഖലയിലായിരുന്നു. ഇവിടെ PDP സ്ഥാനാർത്ഥി ഹാജി ഗുലാം അഹമ്മദ് ഖാന്റെ പ്രചാരണത്തിലാണ് മുൻ മുഖ്യമന്ത്രിയും PDP പ്രസിഡന്റുമായ മെഹബൂബ മുഫ്തി എത്തിയത്. താഴ്വരയിൽ മുൻപുണ്ടായിരുന്ന പ്രതാപമില്ലെങ്കിലും PDPയുടെ ശക്തി കേന്ദ്രങ്ങളായി ചില തുരുത്തുകൾ നിലനിൽക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ബീർവയിൽ മെഹബൂബ മുഫ്തിക്ക് ലഭിച്ച സ്വീകരണം. വേദിയിൽ കശ്മീരി ഭാഷയിൽ നാഷണൽ കോൺഫറൻസിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു മെഹബൂബയുടെ വാക്കുകൾ. നാഷണൽ കോൺഫറൻസ് കശ്മീരിലെ യുവാക്കളെ വീണ്ടും വിഘടനവാദത്തിലേക്ക് തള്ളിവിടുകയാണ്. ഒമർ അബ്ദുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും NC കോൺഗ്രസ് കൂട്ടുകെട്ട് തകർന്നടിയുമെന്നും മെഹബൂബ മുഫ്തി പറഞ്ഞു. पीर मोहम्मद यूसुफ शाह बने सलाउद्दीन, यासीन मलिक गो ट्रेनिंग करना, नतीजा सन मरगुजार आए बरना, सानी लड़की गई मंड सन बच गई यतीम, मुइके सन मरगुजारी मन बरना. ഒമർ അബ്ദുള്ളയും നാഷണൽ കോൺഫറൻസുമാണ് ജമ്മു കശ്മീരിൽ BJPയുടെ അജണ്ട നടപ്പാക്കാൻ കൂടെ നിന്നതെന്നും മെഹബൂബ മുഫ്തി വിമർശിച്ചു. ബീർവയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ, ജനം. കശ്മീർ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേരുകളിൽ ഒന്നാണ് ലാൽ ചൗക്ക്. ഇന്ന് ദേശീയ പതാക പാറിപ്പറക്കുന്ന ലാൽ ചൗക്കിന് കഴിഞ്ഞ കാലത്തെ സംഭവ ബഹുലമായ ഒരുപാട് കഥകൾ പറയാനുണ്ടാകും. കാണാം ശ്രീനഗറിന്റെ ഹൃദ്യമായ ലാൽ ചൗക്കിന്റെ കൂടുതൽ വിശേഷങ്ങൾ. നമസ്കാരം. ജമ്മു കശ്മീരിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാൻ പറ്റിയ ഇടം, അതല്ലെങ്കിൽ കശ്മീരിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും വിട്ടുപോകാനാകാത്ത ഇടമാണ് ശ്രീനഗറിലെ ലാൽ ചൗക്ക്. നിരവധി ചരിത്ര പ്രസിദ്ധമായ സംഭവങ്ങൾ അരങ്ങേറിയ ഇടം. കശ്മീരിന്റെ സാംസ്കാരിക വ്യവസായ കേന്ദ്രം എന്നും നമുക്ക് വിശേഷിപ്പിക്കാം. മുൻപ് രാജഭരണകാലത്ത് ഭരണാധികാരികൾക്കെതിരെ കശ്മീരിലെ ജനങ്ങൾ പ്രതിഷേധിച്ചിരുന്നതും ഇതേ സ്ഥലത്തായിരുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ലാൽ ചൗക്കിൽ നിന്നുകൊണ്ടാണ് കശ്മീർ ജനതയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. പിന്നീട് കശ്മീരിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ
തെരഞ്ഞെടുപ്പിന് ശേഷം ഷെയ്ഖ് അബ്ദുള്ള കശ്മീർ ജനതയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതും ഇതേ ലാൽ ചൗക്കിൽ നിന്നായിരുന്നു. പക്ഷേ എനിക്ക് പിറകിൽ കാണുന്ന ഈ ഒരു ഘടികാരം ഘടിപ്പിച്ചിട്ടുള്ള തൂണ് അത് സ്ഥാപിച്ചിട്ടുള്ളത് 1980-ലാണ്. देखिए, हम लोग अभी लाल चौक में खड़े हैं और श्रीनगर का ये मशहूर हिस्टोरिकल चौक है और इसकी लंबी हिस्ट्री है. पहले कभी यहाँ टेरर था, यहाँ कुछ होता था, अटैक वगैरह होते थे, लेकिन अब जो माहौल है वो फ्री है. यहाँ बाल बच्चे आते हैं, माता पिता अपने बच्चों को लेकर आते हैं और इस वक्त एंजॉय करते हैं. 1980-കളുടെ അവസാനത്തിലും 90-കളുടെ തുടക്കത്തിലും കശ്മീരിലെ സാഹചര്യം കലുഷിതമായ സമയത്ത് ഇതേ ലാൽ ചൗക്കിൽ തന്നെയായിരുന്നു അയൽ രാജ്യത്തിന്റെ പതാക ഉയർത്തുകയും വിഘടനവാദ മുദ്രാവാക്യങ്ങൾ ഉയർന്നു കേൾക്കുകയും ചെയ്തത്. അന്ന് വിഘടനവാദികളെ വെല്ലുവിളിച്ചുകൊണ്ട് ലാൽ ചൗക്കിൽ ത്രിവർണ പതാക ഉയർത്തിയ നരേന്ദ്രമോദിയാണ് ഇന്ന് രാജ്യത്തെ നയിക്കുന്നത്. लाल चौक में पोस्टर्स लगाए, दीवारों पे लिखा है, जिसने अपनी मां का दूध पिया हो वो श्रीनगर के लाल चौक में आए, आकर के भारत का तिरंगा झंडा फहराए और अगर वो जिंदा वापस आएगा तो आतंकवादी उसे नाम देंगे. आतंकवादी काम खोल करके समझे. 26 जनवरी को परसों, अब चंद घंटे बाकी हैं, लाल चौक में फैसला हो जाएगा किसने अपनी मां का दूध पिया. ഇന്ന് ലാൽ ചൗക്കിൽ രാജ്യത്തിന്റെ ത്രിവർണ പതാക അഭിമാനത്തോടെ പാറിക്കളിക്കുകയാണ്. സാംസ്കാരിക കേന്ദ്രത്തിനപ്പുറത്തേക്ക് രാജ്യത്തിന്റെയും ലോകത്തിന്റെയും വിവിധ കോണുകളിൽ നിന്ന് സഞ്ചാരികളെത്തുന്ന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ലാൽ ചൗക്ക്. ലാൽ ചൗക്കിൽ നിന്നും സഞ്ജയ് കൗശലിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം. ഒരർത്ഥത്തിൽ കശ്മീരിന്റെ പുതിയ മുഖത്തിന്റെ അല്ലെങ്കിൽ മാറ്റത്തിന്റെ ഒരു ചിഹ്നം കൂടിയായി മാറുകയാണല്ലേ ലാൽ ചൗക്ക്. യെസ്, അത് തന്നെയാണ്. കശ്മീർ എന്ന് കേൾക്കുമ്പോൾ പണ്ട് വെടിയൊച്ചകളുടെയും അല്ലെങ്കിൽ ഭീകരവാദിത്വത്തിൻ്റെയും ഒരു ഓർമ്മയായിരുന്നു. എന്നാൽ ഇത് എത്ര മനോഹരമായൊരു കശ്മീരായി മോദി സർക്കാർ അതിനെ മാറ്റി എന്നുള്ളതാണ്. എന്തായാലും ജമ്മു കശ്മീരിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ തീരുന്നില്ല. രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് ഒരുങ്ങി ജമ്മു കശ്മീർ. ശ്രീനഗർ, പൂഞ്ച്, രജൌരി, റിയാസി മേഖലകളിലായി 26 മണ്ഡലങ്ങൾ നാളെ രണ്ടാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തും. തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ശ്രീനഗറിൽ നിന്ന്. ജിഷ്ണു, രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിനും സർവം സജ്ജം അല്ലേ? നമസ്തേ, സ്വാഗതം കശ്മീരിൽ നിന്ന് കേരളത്തിലേക്ക്. പ്രദീപ്, നമസ്തേ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും രണ്ടാം ഘട്ട വോട്ടെടുപ്പിനൊരുങ്ങുകയാണ് ജമ്മു കശ്മീർ. അതിന്റെ ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാണ് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. രണ്ടാം ഘട്ടത്തിലെ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ ശ്രീനഗർ മേഖല, ഒപ്പം പൂഞ്ച്, രജൌരി, റിയാസി, ബുഡ്ഗാം തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അതായത് ജമ്മുവിലെയും കശ്മീരിലെയും വിവിധ മണ്ഡലങ്ങൾ രണ്ടാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തുന്നുണ്ട്. ജമ്മുവിലെ 11 മണ്ഡലങ്ങളും കശ്മീരിലെ 15 മണ്ഡലങ്ങളുമായി 26 മണ്ഡലങ്ങളാണ് ജനവിധി രേഖപ്പെടുത്താൻ പോകുന്നത്. സെൻട്രൽ കശ്മീരിൽ, അതായത് ശ്രീനഗർ ഉൾപ്പെടുന്ന സെൻട്രൽ കശ്മീരിലെ മുഴുവൻ മണ്ഡലങ്ങളും രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് പൂർത്തിയാകും. ആദ്യഘട്ടത്തിൽ സൗത്ത് കശ്മീരിലെ മുഴുവൻ മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് പൂർത്തിയായിരുന്നു. രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ശ്രീനഗർ ഉൾപ്പെടെയുള്ള സെൻട്രൽ കശ്മീരിലെ മണ്ഡലങ്ങൾ പൂർണ്ണമായും ജനവിധി രേഖപ്പെടുത്തുകയാണ്. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്, ഒന്നാം ഘട്ടത്തിനും ഇപ്പോൾ രണ്ടാം ഘട്ടം നാളെ നടക്കുമ്പോഴും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലും യാതൊരു തരത്തിലുമുള്ള അക്രമ സംഭവങ്ങളില്ലാതെ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ, തെരഞ്ഞെടുപ്പ് നടപടികൾ, പ്രചാരണം തൊട്ട് വോട്ടെടുപ്പ് വരെയുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ സമാധാനപരമായി ജമ്മു കശ്മീരിന്റെ മണ്ണിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുമപ്പുറത്തേക്ക് വലിയ ജനപങ്കാളിത്തം പ്രചാരണത്തിലും പോളിംഗ് ബൂത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ 500-600 വോട്ടുകൾ ഉണ്ടായിരുന്ന മേഖലയിൽ രേഖപ്പെടുത്തിയിരുന്നത് 3-4 വോട്ടുകളായിരുന്നെങ്കിൽ ഇന്ന് വലിയ രീതിയിൽ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. ഒന്നാം ഘട്ടത്തിൽ 60%
മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിലും അതിൽ കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തുമെന്നുള്ള നിഗമനത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളുള്ളത്. ശ്രീനഗറിൽ ശക്തമായ പ്രചാരണത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം നൽകിയിരുന്നു. BJPയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ആവേശം പകർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കൂടാതെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയിട്ടുള്ള കേന്ദ്ര നേതാക്കളൊപ്പം സംസ്ഥാന നേതാക്കൾ വലിയ പ്രചാരണം നടത്തി. കഴിഞ്ഞ ദിവസം ദൽ ലേക്കിൽ നാഷണൽ കോൺഫറൻസിന്റെ വലിയ പ്രചാരണ റാലി നടന്നിരുന്നു. ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ വലിയൊരു റാലി ദൽ ലേക്കിൽ നടന്നു. കാരണം 10 വർഷം മുമ്പ് നഷ്ടപ്പെട്ടിട്ടുള്ള ഭരണം ഏതെങ്കിലും തരത്തിൽ ജമ്മു കശ്മീരിൽ തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ എന്ന വലിയ ശ്രമമാണ് നാഷണൽ കോൺഫറൻസ് ഇപ്പോൾ ജമ്മു കശ്മീരിൽ നടത്തുന്നത്. അതിനായി തീവ്ര നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കശ്മീരിലെ മുസ്ലിം ജനതയെ കൂടെ നിർത്താനുള്ള വലിയ ശ്രമം നാഷണൽ കോൺഫറൻസ് നടത്തുന്നു. ഒപ്പം നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം എത്രത്തോളം മുൻപോട്ട് പോകും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണണം. PDPയുടെ സാഹചര്യം പരിശോധിക്കുമ്പോൾ 2014 അതിന് മുൻപത്തെയോ അത്രയൊരു വലിയ സ്വാധീനം നിലവിൽ PDPക്ക് ജനങ്ങൾക്കിടയില്ല. എങ്കിൽ പോലും 8 മുതൽ 11 സീറ്റുകൾ വരെ PDP നേടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നേരത്തെ സർവേകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനനുസൃതമായി ചില ശക്തി കേന്ദ്രങ്ങളിൽ അതിശക്തമായിട്ടുള്ള പ്രചാരണം മെഹബൂബ മുഫ്തിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. കഴിഞ്ഞ ദിവസം ബീർവയിൽ PDPയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. മെഹബൂബ മുഫ്തി, മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി പ്രചാരണത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് അവിടെ എത്തിയിരുന്നു. നാഷണൽ കോൺഫറൻസിനെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു PDPയുടെ പ്രചാരണം മുൻപോട്ട് പോകുന്നത്. കാരണം ഈ കശ്മീരിലെ മണ്ഡലങ്ങളിലാണ്, ജമ്മുവിൽ ഒരിക്കലും PDPക്ക് വലിയ സ്വാധീനമില്ല. കശ്മീരിൽ നാഷണൽ കോൺഫറൻസ് ആണ് PDPയുടെ ഏറ്റവും മുൻപിലുള്ള എതിരാളി. അതുകൊണ്ട് നാഷണൽ കോൺഫറൻസിനെ കടന്നാക്രമിച്ചുകൊണ്ടും NC ജമ്മു കാശ്മീരിനെ വീണ്ടും വിഘടനവാദത്തിലേക്ക് തള്ളിവിടുവാൻ ശ്രമിക്കുകയാണ് എന്നൊരു വലിയ ആരോപണം മുൻനിർത്തിയാണ് PDPയുടെ പ്രചാരണം പോകുന്നത്. അതിനുമപ്പുറത്തേക്ക് തീവ്ര നിലപാടുകളുള്ള ജമാഅത്തെ ഇസ്ലാമിയും ഒപ്പം എഞ്ചിനീയർ റാഷിദ് MPയുടെ അവാമി ഇത്തിഹാദ് ഉൾപ്പെടെയുള്ള പാർട്ടികളും സഖ്യം ചേർന്നുകൊണ്ട് നിർത്തിയിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, ബുഡ്ഗ മേഖലയിൽ അതീവ സ്വാധീനമുള്ള പീപ്പിൾസ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്, ഹക്കീം യാസിന്റെ പീപ്പിൾ ഡെമോക്രാറ്റിക് ഫ്രണ്ട്, അങ്ങനെ പ്രാദേശിക രാഷ്ട്രീയവും ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന BJPയും കോൺഗ്രസും ഉൾപ്പെടെ പിരിഞ്ഞു കിടക്കുന്ന ഒരു വലിയ രാഷ്ട്രീയമാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് ആര് നേട്ടമുണ്ടാക്കുമെന്നുള്ളത് നമുക്ക് ഈ ഒരു സ്ഥിതിയിൽ പറയാൻ സാധിക്കില്ല. എങ്കിലും അഭിപ്രായ സർവേകളൊപ്പം കഴിഞ്ഞൊരാഴ്ചയായി ജമ്മു കാശ്മീരിലെ ജനങ്ങളോട് സംസാരിക്കുമ്പോഴും ആർക്കും ഒരു ഒറ്റയ്ക്ക് വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ ഇത്തവണ ജമ്മു കാശ്മീരിൽ സാധിക്കുമോ എന്നുള്ളതൊരു സംശയമാണ്. പക്ഷേ ജനവിധിയാണ്, ജനങ്ങൾ എന്ത് തീരുമാനിക്കുന്നു എന്നറിയാൻ ഏതായാലും ഒക്ടോബർ 8 വരെ ഫലപ്രഖ്യാപനം വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. നാളെയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ജമ്മു കാശ്മീരിൽ നടക്കുന്നത്. ശ്രീനഗർ, പൂഞ്ച് കൂടാതെ രജൌരി, റിയാസി, ബുഡ്ഗ മേഖലകളിലായി 26 മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. പ്രദീപ്. ശരി, ജിഷ്ണുവാണ് ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എത്തിച്ചത്. ഇനി അതെ, തിരുപ്പതി പ്രസാദ ലഡുവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. തിരുപ്പതിയിലെ പ്രസാദമായ ലഡു നിർമ്മിക്കാൻ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ച സംഭവം ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജിന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്. അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനാണ് VHPയുടെ തീരുമാനം. ക്ഷേത്രങ്ങളുടെ ഭരണ പരിപാലനത്തിനായി ധാർമ്മിക പരിഷത്ത് ബോർഡുകൾ രൂപീകരിക്കുമെന്നും തിരുപ്പതിയിൽ ചേർന്ന VHPയുടെ കേന്ദ്രീയ മാർഗദർശക് മണ്ഡൽ ആവശ്യപ്പെട്ടു. സംഭവങ്ങൾ വിവരിക്കാൻ വൈകിട്ട് 4 മണിക്ക് VHP ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ സുരേന്ദ്ര ജെയിൻ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി S നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, തിരുപ്പതി ലഡുവുമായി ബന്ധപ്പെട്ട് എത്രയോ അല്ലെങ്കിൽ കോടിക്കണക്കിന് വിശ്വാസികളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളാണ് YSR കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് കാണിക്കുന്ന തെളിവുകൾ സഹിതം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതിൽ VHPയുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഇത്തരം ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ആവശ്യം കാണാതെ പോവുകയാണെങ്കിൽ VHPയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങും എന്ന് തന്നെയല്ലേ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്? ദേവിക, തിരുപ്പതിയിലെ പ്രസാദമായ ലഡു നിർമ്മിക്കാൻ ഉപയോഗിച്ച നെയ്യിൽ മൃഗക്കൊഴുപ്പും മീനെണ്ണയും അടക്കം കണ്ടെത്തിയ സംഭവം അത് വളരെ ഗൗരവമായി തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ അതിനെ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ദിവസം തിരുപ്പതിയിൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ തിരുപ്പതിയിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ മാർഗദർശക് മണ്ഡൽ പ്രത്യേക യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ പ്രധാനമായും ക്ഷേത്രങ്ങളുടെ ഭരണപരിപാലനവും മേൽനോട്ടവും ഒക്കെ തന്നെ ധാർമ്മിക പരിഷത്ത് ബോർഡുകൾ രൂപീകരിച്ച് അവർക്ക് കൈമാറണമെന്നുള്ള ഒരു ആവശ്യമാണ് ഈ യോഗത്തിൽ പ്രത്യേകമായി ഉയർന്നത്. അതായത്
ക്ഷേത്രങ്ങളുടെ ഭരണം അതേപോലെ തന്നെ പരിപാലനമൊക്കെ തന്നെ വിശ്വാസികളെ ഏൽപ്പിക്കണമെന്നുള്ളതാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെടുന്നത്. ക്ഷേത്രങ്ങളുടെ ശുദ്ധിയും പവിത്രതയും കാത്തു സൂക്ഷിക്കണം, അതിനായിട്ടുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് വിവിധ സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം മാനിക്കണമെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത് വിവിധ സർക്കാരുകളോട് ചൂണ്ടിക്കാണിച്ചത്. ഹിന്ദുമത വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും ഹിന്ദുമത സ്ഥാപനങ്ങളുടെ ഭരണനിർവഹണ ചുമതല ഹിന്ദുക്കളെ ഏൽപ്പിക്കണമെന്നുള്ള ആവശ്യമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഈ യോഗത്തിൽ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. സന്യാസി സമൂഹം അതേപോലെ തന്നെ ഭക്തർ ഒക്കെ തന്നെ അടങ്ങിയ ഒരു പ്രത്യേക സമിതി രൂപീകരിക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വെക്കുന്നത്. പ്രധാനമായും ഈ തിരുപ്പതി ലഡു വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു യോഗം ചേരുവാൻ വേണ്ടി തീരുമാനിച്ചത്. ഈ തിരുപ്പതി സംഭവവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിന്റെ നേതൃത്വത്തിൽ സംഭവം അന്വേഷിക്കണമെന്ന ആവശ്യവും വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വെക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുവാൻ വേണ്ടിയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കാലാകാലങ്ങളായി ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യമാണ് ക്ഷേത്രങ്ങളുടെ ഭരണം, അതായത് നിലവിൽ സർക്കാരിന്റെ കൈവശം ഇരിക്കുന്ന ക്ഷേത്രങ്ങളുടെ ഭരണം, ആ ഭരണത്തിന്റെ ചുമതല അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ പരിപാലന ചുമതല പൂർണ്ണമായും ഭക്തർക്ക് വിട്ടു നൽകണമെന്നുള്ള ആവശ്യം. ആ ആവശ്യം ഇപ്പോൾ വീണ്ടും ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുകയാണ്. ഈ തിരുപ്പതി സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു സംഭവം മുന്നോട്ട് വെക്കുന്നത്. അത് ആ ഒരു ആവശ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളും മറ്റും ആരംഭിക്കുവാനുള്ള നീക്കമാണ് BHP മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് കലാകാലങ്ങളായപ്പോൾ കേരളത്തിലെ ക്ഷേത്രത്തിലടക്കം കേരളത്തിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലടക്കം വലിയ അഴിമതികളും കെടുകാര്യസ്ഥതകളും ഒക്കെ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതും വിശ്വ ഹിന്ദു പരിഷത്ത് ഇന്നലെ ഈ യോഗത്തിൽ ചർച്ച ചെയ്യുകയുണ്ടായി. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ, അതായത് തിരുപ്പതി മാത്രമല്ല ഈ രാജ്യത്തെ മിക്ക സർക്കാർ ഭരിക്കുന്ന ക്ഷേത്രങ്ങളിലും സമാനമായ അവസ്ഥകളൊക്കെ തന്നെയാണ് എന്നുള്ള വിലയിരുത്തലാണ് ഈ യോഗത്തിലുണ്ടായത്. സ്വാഭാവികമായും കേരളത്തിലെ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ഇന്നലെ യോഗത്തിൽ ചർച്ചയായി എന്നുള്ളതാണ്. അതായത് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഹൈന്ദവ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും തകർക്കാമെന്നുള്ളതിന്റെ മകുടോദാഹരണമായിരുന്നു ശബരിമല എന്നുള്ളതാണ് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രധാനമായും വിലയിരുത്തിയത്. ഇങ്ങനെ സർക്കാരിന്റെ കൈവശമിരിക്കുന്ന ക്ഷേത്രങ്ങൾ അത് പൂർണ്ണമായും വിശ്വാസി സമൂഹത്തിന് വിട്ടു നൽകണമെന്നുള്ള ആവശ്യമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വെക്കുന്നത്. അതിനായി സന്യാസി ശ്രേഷ്ഠന്മാരെയും അതേപോലെ തന്നെ ഭക്തജനങ്ങളെയും വിവിധ സംഘടനകളെയൊക്കെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രത്യേക സമിതി വേണമെന്നുള്ള ആവശ്യവും വിശ്വ ഹിന്ദു പരിഷത്ത് മുന്നോട്ട് വെക്കുന്നു. വൈകുന്നേരം 4 മണിക്ക് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ സുരേന്ദ്ര ജെയിൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ, അതായത് ഈ യോഗവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം ആ യോഗത്തിൽ അല്ലെങ്കിൽ ആ വാർത്താ സമ്മേളനത്തിൽ വിവരിക്കുന്നതാണ്. ശരി നന്ദൻ, ഇതിന്റെ വിശദാംശങ്ങൾ തുടർന്നും ഫോളോ ചെയ്യുക. കാര്യം ജനം TV അല്ലാതെ മറ്റൊരു മാധ്യമം കുറഞ്ഞപക്ഷം കേരളത്തിൽ ഇല്ല, മലയാളത്തിലും ഇല്ല. ഈ വാർത്തകൾ പുറത്തുവിടാനായി, ജനങ്ങളെ അറിയിക്കാനായി. ഇനിയൊരു ഇടവേളയാണ്. അതിനുശേഷമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിൻ വിലങ്ങാടിന് വിലങ്ങിട്ട് സർക്കാർ എന്നുള്ള ക്യാമ്പയിൻ. ഇടവേള കഴിഞ്ഞാൽ ഉടനെ. ഇനി ജനം TV പ്രത്യേക ക്യാമ്പയിൻ വിലങ്ങാടിന് വിലങ്ങിട്ട് സർക്കാർ. ഉരുൾപൊട്ടൽ മൂലം 100 കണക്കിന് ആളുകളുടെ ജീവിതവും ജീവനോപാധികളും നഷ്ടപ്പെട്ട വിലങ്ങാടിനെ കൈവിട്ട് സർക്കാർ. 2 മാസം ആകാറായിട്ടും പുനരധിവാസം പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. നിയമസഭാ ഉപസമിതിയുടെ സന്ദർശനം കൊണ്ടും കാര്യമുണ്ടായില്ല. ജീവിതം എങ്ങനെ മുന്നോട്ട് നയിക്കുമെന്ന ചോദ്യങ്ങളാണ് വിലങ്ങാട് നിന്ന് മുഴങ്ങിക്കേൾക്കുന്നത്. മുന്നറിയിപ്പിനെ തുടർന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചതിനാൽ മാത്രമാണ് വിലങ്ങാട് വൻ ദുരന്തമൊഴിവായത്. പക്ഷേ ആ ദുരന്തത്തിന്റെ വ്യാപ്തി ചെറുതായിരുന്നില്ല.
പാലൂർ, മുച്ചങ്കുഴി, പന്നിയേരി, മാടാഞ്ചേരി, കുറ്റല്ലൂർ, പറക്കാട്, പുല്ലുവ, മഞ്ഞച്ചിളി, മഞ്ഞക്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിലായി ചെറുതും വലുതുമായ 100ഓളം ഉരുൾപൊട്ടലുകളാണ് ഒരേ സമയം സംഭവിച്ചത്. ിലധികം ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്ന ദുരന്തമാണ് വിലങ്ങാട് സംഭവിച്ചത്. റിട്ടയർഡ് അധ്യാപകനായ മാത്യു കളത്തിലിന് ജീവൻ നഷ്ടമായി. 230 കർഷകരുടെ 162 ഹെക്ടർ ഭൂമിയിലെ ഇഞ്ചി, മഞ്ഞൾ, വാഴ, തെങ്ങ്, കവുങ്ങ്, ജാതിക്ക, ഗ്രാമ്പുച്ചെടി, കൊക്കോ, കപ്പ, കാപ്പി, കുരുമുളക് തുടങ്ങിയ കൃഷി പൂർണ്ണമായും നശിച്ചു. ഭൂമി ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കാത്ത നിലയിലായി. ഒന്നിനും ഒരു നഷ്ടപരിഹാരവും സർക്കാർ നൽകിയില്ല. ഇപ്പോൾ ഇവിടുത്തെ ഏകദേശ നാശനഷ്ട കണക്ക് സർക്കാർ എടുത്തത് 300 കോടിയാണ്. അതിനൊക്കെ മുകളിലാണ് ഇവിടുത്തെ കണക്ക് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ എല്ലാ പ്രദേശങ്ങളിലൊന്നും സർക്കാരുകളോ അല്ലെങ്കിൽ വിവിധ ഉദ്യോഗസ്ഥന്മാരോ എത്തിപ്പെടാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ചെറുതും വലുതുമായിട്ടുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം മാടാഞ്ചേരി, പറമ്പടി മേഖലയിലൊക്കെ ഏക്കർ കണക്കിന് സ്ഥലമാണ്. ഒരാൾ തന്നെ 3 ഏക്കർ സ്ഥലം മുഴുവനായിട്ടും പോയിട്ടുണ്ട്. അവിടെയുള്ളത് വനവാസികളാണ്. വനവാസികളുടെ ഭൂമി 1 സെന്റ് പോലും ബാക്കിയില്ലാതെയാണ് അവിടെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. 18 വീടുകൾ പൂർണ്ണമായും തകർന്നു. 80 വീടുകൾ ഭാഗികമായി ഇല്ലാതായി. റോഡുകളും പാലങ്ങളും ഒക്കെ ഒലിച്ചുപോയി. പൊട്ടിയതും പൊളിഞ്ഞതുമൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ തുടരുന്നു. പുഴയിൽ ഒലിച്ചെത്തിയ കല്ലുകളും മരക്കഷ്ണങ്ങളും മാറ്റിയില്ല. വിലങ്ങാടുകാർ വീടും തൊഴിലുമില്ലാതെ പല ദേശങ്ങളിലേക്ക് നാടുകടത്തപ്പെട്ടു. ഉരുൾപൊട്ടിയ നാളുകളിൽ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയ സർക്കാർ ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. അടിയന്തര സഹായമായി പ്രഖ്യാപിച്ച 10,000 രൂപയിൽ ആകെ നൽകിയത് 5,000 മാത്രം. ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന വിലങ്ങാടുകാരുടെ ചോദ്യത്തിൽ നിന്ന് എത്ര നാൾ സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകുമെന്നാണ് ഉയരുന്ന ചോദ്യം. ജനം, കോഴിക്കോട്. അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് അവിടെ കഴിയുന്നത്? എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് നടക്കുന്നത്? ഒരു ദുരന്തമുണ്ടാകുമ്പോൾ എല്ലാവരും പാഞ്ഞെത്തുന്നു, ക്യാമറകൾക്ക് മുന്നിൽ നിന്ന് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, ഞങ്ങളുടെ കൂടെ എന്ന് പറയുന്നു, സർക്കാരിൻ്റെ കൂടെ എന്ന് പറയുന്നു. പക്ഷേ മറ്റൊരു വലിയ ദുരന്തം വന്നു പോയിട്ടും പഴയ ദുരന്തത്തിൽപ്പെട്ടവർ ഇപ്പോഴും അഭയാർത്ഥികളെ പോലെ അലയുന്നു എന്നല്ല ഈ ക്യാമ്പയിൻ കൊണ്ട് വെളിച്ചത്ത് വരുന്നത്. നമസ്തേ, സ്വാഗതം പുത്തമ്പലയിലേക്ക്. അരുൺ കൊടുങ്ങൂർ. തീർച്ചയായും അത് തന്നെയാണ്. നമ്മളറിയാം, വയനാട്ടിൽ നമ്മൾ ആ ജനതയ്ക്കൊപ്പം നിന്ന കാഴ്ചകളൊക്കെ തന്നെ, ഒരുപാട് പ്രശ്നങ്ങൾ, അവരുടെ നീർന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ ജനം ടി വിയിലൂടെ, ഈ പുത്തൻപുലരിയിലൂടെ എല്ലാം തന്നെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചതാണ്. ഇതിനുശേഷമാണ് വിലങ്ങാടേക്ക് ജീവനാശം ഉണ്ടായില്ല എങ്കിലും പ്രകൃതി തകർത്തെറിഞ്ഞ ഒരു നാടാണ് വിലങ്ങാട്. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു. കാര്യമായ രീതിയിലൊന്നും ആ സമയത്ത് ചർച്ചയായില്ല എങ്കിൽ പോലും അവിടുത്തെ ആളുകളുടെ പ്രശ്നം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെയാണ് ജനം ടി വി ഇത്തരം ഒരു ക്യാമ്പയിൻ ആരംഭിച്ചത്. ഈ ഉരുൾപൊട്ടലുണ്ടായ എല്ലാ മേഖലകളിലും സന്ദർശിച്ച ശേഷമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിനിലേക്ക് പോവുകയും ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വലിയ രീതിയിലുള്ള പ്രകൃതി ദുരന്തമാണ് ഈ ഒരു പ്രദേശത്ത്, ഈ വിലങ്ങാട് എന്നുള്ള പ്രകൃതി സുന്ദരമായ ഈ ഒരു പ്രദേശത്ത് 100-ലധികം ഉരുൾപൊട്ടലാണ് ഉണ്ടായത്. ഇപ്പോഴും ഉരുൾപൊട്ടൽ ഉണ്ടായ പല മേഖലകളിലേക്കും എത്താൻ സാധിക്കാതെ ഹെലിക്യാമിന്റെ സഹായത്തോടെയാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ശേഖരിച്ചതിന് ശേഷമുള്ള അധികൃതരുടെ നടപടി എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, പ്രകൃതി സുന്ദരമായ ഒരു ഭൂമിയാണ് വിലങ്ങാട്. ടൂറിസം സാധ്യതകൾ അനന്തമായുണ്ട്. കോഴിക്കോട്, കണ്ണൂർ അടക്കമുള്ള ജില്ലകളുടെ, വയനാട് അടക്കമുള്ള ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടെയാണ് ഈ വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഈ ഒരു ഉരുൾപൊട്ടലിന് തൊട്ട് മുമ്പ് തന്നെ ആളുകൾ സ്വയം മാറിപ്പോയത് കൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു ദുരന്തം ഇവിടെ നിന്നും ഒഴിവായതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 800-ലധികം ആളുകളാണ് ഈ പ്രദേശത്തു നിന്നും ഒഴിഞ്ഞു പോയത്. അതിനുശേഷം ഉണ്ടായ ആ വലിയ ഉരുൾപൊട്ടൽ ഒരേ സമയം തന്നെയാണ് ഈ 100-ലധികം ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രദേശം ഒന്നാകെ നാമാവശേഷമായ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണുന്ന പോലെ തന്നെ കണ്ണീർ കാഴ്ചകളാണ് ഈ പ്രദേശത്തൊന്നാകെ കാണാൻ കഴിയുക. ഒരു നിമിഷം കൊണ്ട് ജീവിതത്തിൽ ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരു ജനത. അതുതന്നെയാണ് വിലങ്ങാടിനെ കുറിച്ച് നമുക്ക് ഒറ്റ വാക്കിൽ പറയാനാകുക. ഇനി എന്തെന്നുള്ളൊരു വലിയ ചോദ്യമാണ്. ഇത് നേരത്തെ പ്രദീപ് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ
രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഈ ഒരു തുടക്കത്തിൽ കൃത്യമായി തന്നെ അധികൃതർ പറഞ്ഞിരുന്നു. വിലങ്ങാടിനെയും വയനാടിനെയും ഒരു തരത്തിലും സർക്കാർ കൈവിടില്ല, സർക്കാർ ഒപ്പമുണ്ട് എന്നുള്ള ഒരു വലിയ വാഗ്ദാനം നൽകുന്നു. മന്ത്രിമാരൊക്കെ തന്നെ ഇവിടെ സന്ദർശനം നടത്തി കൃത്യമായ രീതിയിലുള്ള നഷ്ടപരിഹാരം നൽകിയിരുന്നു. ഈ ഓണം കഴിഞ്ഞിരുന്നു, ഓണത്തിന് പട്ടിണിയിലാകുന്ന ഒരവസ്ഥയിലേക്ക്. അതോടൊപ്പം തന്നെ കൃഷിയെ ആശ്രയിച്ചു കഴിയുന്ന ആളുകളാണ് ഇവിടെയുള്ള എല്ലാവരും. ആ കൃഷിഭൂമി ഒന്നാകെ ഇല്ലാതെയായിരിക്കുന്നു. അതോടൊപ്പം തന്നെ വനവാസി മേഖലയിലെ പ്രശ്നങ്ങൾ, വനവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. ഇവിടെ വനവാസികൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പാലങ്ങൾ തകർന്നു, റോഡുകൾ പൂർണ്ണമായും ഇല്ലാതാകുന്നു, വീടുകൾ തകരുന്ന ഒരു കാര്യങ്ങളിലേക്കൊക്കെ തന്നെ എത്തുന്നു. 80-ലധികം വീടുകൾ ഭാഗികമായി തകരുമ്പോൾ 18-ലധികം വീടുകൾ പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക്. ഏറ്റവും ഒടുവിൽ പറയുകയാണെങ്കിൽ വിലങ്ങാട്ടിൽ ഇനി ജനജീവിതം അസാധ്യമാകുന്നു എന്നുള്ള ഒരു വലിയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ പുനരധിവാസം എന്നുള്ള ഒരു കാര്യം സർക്കാർ മുന്നോട്ട് വെക്കും. പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു, പലതരത്തിലുള്ള മീറ്റിങ്ങുകൾ ഉണ്ടാകുന്നു. പക്ഷേ എന്ത് ഇവർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള കാര്യങ്ങളിലേക്കും തീരുമാനമെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ള ഒരു കുറ്റകരമായ അനാസ്ഥ ഇവിടെ നിൽക്കുകയാണ്. അടിയന്തര സഹായമായി 10,000 രൂപ നൽകും എന്നുള്ള ഒരു പ്രഖ്യാപനം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. അത് വലിയ പ്രതീക്ഷയോടെയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ, ഈ ദുരന്ത ഭൂമിയിൽ പകച്ചു നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് പോലും 5,000 രൂപ മാത്രമാണ് ഇതുവരെയും നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. എന്തായാലും കൃഷിയെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരു ജനതയാണ്. അവരുടെ കൃഷിയും കൃഷിഭൂമിയും എല്ലാം തന്നെ ഇല്ലാതായിരിക്കുന്നു. വീടടക്കം താമസയോഗ്യമല്ലാതെ ആയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുള്ള സമ്പാദ്യം എടുത്തു വാങ്ങിയ പ്രദേശം ഒന്നാകെ ഇനി താമസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അങ്ങുന്നു. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ യാചിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ വിലങ്ങാട്ടിലെ ജനത ഒന്നാകെ മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രദീപ്, അരുൺ, ഇക്കാര്യത്തിൽ നമ്മുടെ ഈ ഒരു ക്യാമ്പയിൻ, അതല്ലെങ്കിൽ നാട്ടുകാരുടെ കണ്ണീർ, നാട്ടുകാരുടെ വികാരം, നാട്ടുകാരുടെ ശബ്ദം ഒരു പക്ഷേ കേൾക്കാൻ ആളില്ല എന്ന് നാട്ടുകാരോ അധികൃതരോ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല എന്നും ആ ശബ്ദം ജനം ടിവിയിലൂടെ തുടർന്നും മുഴങ്ങും എന്നൊരു ഉറപ്പ് നമുക്ക് പ്രേക്ഷകർക്കും ജനങ്ങൾക്കും നൽകാനാവുമോ? തീർച്ചയായും പൂർണ്ണമായും ആ ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് നമ്മൾ ആ ഒരു മലയിറങ്ങിയത്. ഞാനും ഗോകുലും സന്തോഷം അടങ്ങുന്ന ഒരു വാർത്താ സംഘമായിരുന്നു അവിടേക്ക് എത്തിയിരുന്നത്. ഇതുവരെയും മറ്റു മാധ്യമങ്ങൾ എത്താത്ത ഇടങ്ങളിൽ പോയി അവിടുത്തെ ദൃശ്യങ്ങൾ, ഈ വിലങ്ങാട്ടെ ദുരന്തമുണ്ടായ ആ ഭൂമിയുടെ കൃത്യമായ ദൃശ്യങ്ങൾ പകർത്തിയതിനു ശേഷം അവർക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള ഒരു കൃത്യമായ രീതിയിൽ ഉറപ്പ് നൽകിയതിനു ശേഷമാണ് അവരുടെ ശബ്ദമാകാൻ തന്നെയാണ് ജനം ടിവിയുടെ തീരുമാനം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് വരുന്ന ഒരാഴ്ചയ്ക്ക് അവരുടെ പ്രശ്നങ്ങളുള്ള ഒരു ക്യാമ്പയിൻ നമ്മൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്നു മുതൽ ആ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. എന്തായാലും ഒരു വലിയ ജനത പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ്. കാരണം അവരുടെ മുന്നിൽ മറ്റു വഴികളില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായി ഇവിടെ ഉണ്ടാകുന്ന. അധികൃതർ വരുന്നു, ഉറപ്പ് നൽകുന്നു, പോകുന്നു. അതിനപ്പുറത്തേക്ക് ഒരു കൃത്യമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ഏതായാലും ഈ ക്യാമ്പയിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ അധികൃതർ ശ്രദ്ധയിലേക്ക് എത്തിക്കുകയും അതിനൊരു പരിഹാരം ഉണ്ടാകും വരെ അവർക്കൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു ഉറപ്പ്. അതൊരു സമൂഹത്തിന്റെ ഒരു ബാധ്യതയായി കൂടി തന്നെ അധികൃതരുടെ കണ്ണു തുറപ്പിക്കുന്നതിനുള്ള ഒരു വാർത്താ പരമ്പരയായി തന്നെ ഇത് കൊണ്ടുപോകാൻ തന്നെയാണ് നമ്മൾ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് നമ്മൾ ആ ഒരു നാട്ടിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഭീകരത എത്രത്തോളമുണ്ട്, അവിടെ ഉണ്ടായ ആ പ്രകൃതിയുടെ സംഹാര താണ്ഡവം അത് ഈ നാടിനെ എത്രത്തോളം തകർത്തു എന്നുള്ളത് കണ്ണീരോടെ അല്ലാതെ ഈ ഒരു ദുരന്തത്തെക്കുറിച്ച് ഈ നാട്ടുകാർക്ക് പറയാൻ കഴിയില്ല. അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ദുരന്തമായിരുന്നു. ഉടുതുണി മാത്രമായി രക്ഷപ്പെട്ടവരാണ് ഇവിടെ അവശേഷിക്കുന്ന ആളുകളൊക്കെ തന്നെ. ഒരു ജീവനാണ് ഇവിടെ നഷ്ടമായിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഒരുപാട് ആളുകളെ ഒന്നുമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവർത്തിച്ച് വീണ്ടും പറയുന്നത് അതിൻ്റെ ഒരു കാഠിന്യം കൊണ്ടാണ്. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഇനി എന്ത് എന്നുള്ള ഒരു വലിയ ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുക മാത്രമാണ് ഇവർക്ക്. ഈ പ്രദേശത്തൊന്നാകെ വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു. അടിയന്തരമായ ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. മുഖ്യമന്ത്രി അടക്കം വലിയ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. റവന്യൂ മന്ത്രി അടക്കം സ്ഥലം സന്ദർശിച്ചുകൊണ്ട് വിലങ്ങാടിന് വേണ്ട എല്ലാ സഹായവും ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ അതൊക്കെ തന്നെ മറ്റു ദുരന്ത മേഖലയിൽ പോലെ ഒരു തരത്തിലുള്ള പാഴ്വാക്കുകളായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രദീപ്, ശരി. അരുൺ കൊടുങ്ങൂറും ടീമും തുടർന്നും വിലങ്ങാടിന്റെ ശബ്ദമായി തുടരുക.
തിരികെ വാർത്തകളിലേക്ക്. ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന സമ്മേളനം ഇന്ന് കൊച്ചിയിൽ നടക്കും. എല്ലായിടവും കൃഷിയിടം, എല്ലാവരും കർഷകർ എന്നതാണ് സമ്മേളനത്തിന്റെ സന്ദേശം. കർഷകൻ, പരിസ്ഥിതി, ഉപഭോക്താവ് എന്നീ ഘടകങ്ങളുടെ സമൃദ്ധി ഉറപ്പാക്കുന്ന ഭാരതീയ കാർഷിക ദർശനത്തിന് മാത്രമേ കാർഷിക പ്രതിസന്ധി മറികടക്കാനാകൂ എന്ന് ഭാരതീയ കിസാൻ സംഘ് ഭാരതീയ ജനറൽ സെക്രട്ടറി മോഹിനി മോഹൻ മിശ്ര കൊച്ചിയിൽ ജനം ടിവിയോട് പറഞ്ഞു. ഭാരതീയ കിസാൻ സംഘിൻ്റെ സംസ്ഥാന സമ്മേളനം കൊച്ചിയിൽ തുടങ്ങുന്നു. കിസാൻ സംഘിൻ്റെ അഖില ഭാരതീയ ജനറൽ സെക്രട്ടറി മോഹിനി മോഹൻ മിശ്രാജിയാണ് നമ്മോടൊപ്പമുള്ളത്. കേരളത്തിലെ കാർഷിക മേഖല വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സമ്മേളനം. നമസ്തേ ജി. ഭാരതീയ കിസാൻ സംഘ് കേരള സ്റ്റേറ്റ് കോൺഫറൻസ് is being held in Kochi. What is the slogan of this conference? No, every 3 years we are conducting membership throughout the country. After taking the membership, we form the village committee, block committee, district committee and state committee. Throughout the country, state committee formation is going on now. It will be concluded by November. Up to Deepavali, we are targeting to complete all the formation of state committees by up to Deepavali. It is a process. Every 3 years we are conducting this, and in that line I come here for the formation of the state committee in tomorrow. And farmers are major issues in our country. After so many years of independence, farmers are not independent in their irrigation, in their seeds, acquiring seeds and going for any type of cultivation. They wanted natural farming, organic farming, but government giving subsidies in chemical fertilizers. So there are some issues with that. Marketing also, we want to provide sufficient, safe, nutritious food to the public, but there must be a mechanism for that. Organic marketing, organic mandis, organic processing, organic supply, there is no system in our country. So we are taking all these issues, and through the state committees we will going to fight all these things, policy makings in the states, also in the center. How do we describe the Bharatiya Kisan Sangh's national policy? Bharatiya Kisan Sangha is the largest farmers organization of our country. We spread around 1 lakh villages of our country, almost all excluding some states like Nagaland, Mizoram. We cover almost all states also. Bharatiya Kisan Sangha is a totally non-political organization. We never allow political parties or political people in our stage or in our conference. And Bharatiya Kisan Sangha is the only non-violent organization of our country. We don't believe in violence. So that's why we are separate from others, and we are leading in this line, and we are giving the message to the world that without violence also we can achieve our demands. That is Bharatiya Kisan Sangha. As far as Kerala is concerned, the state's agricultural sector is going through a very complex crisis. How do we overcome this situation, or is it because of the unscientific approach or policy, lack of policy? What is your take on that? The Kerala government basically now it is going on, it's a left government. They don't believe in agriculture fundamentally. They believe in labor. But nowadays nobody is called a simple labor. Farmer is a farmer is a labor also. Farmer is a farmer, side by side he is a consumer also. Farmer is a farmer and side by side he is a small trader also. Government should look into this matter. The simple issue, government is procuring paddy from the farmers, not paying direct to the farmers. We don't understand what is this. You are taking the product from the farmer, you pay to him direct to his account. Why are you going through the banks? And there is very different issues in there. Kerala is a small state, but with much commercial crops. Spices are there, coconut are there. Coconut farmers were facing so many problems, and last 10th
we met the central agriculture minister. He asked us, he wanted our time. We 7-8 people who went there, we discussed, and after the imposition of a higher import duty on oil, then only the price of coconut rise. It is now 42,000 per ton from 28,000. So this is the policy state government should put forth before the central government. Whenever you are importing, you are just importing more export duty, then price will go down. When you are easing the import, then price will go down. The farmers will be at loss. It's a very simple mathematics. State government should put forth before this central government about these things. One thing, all states are not growing coconut. Around 11-12 states are growing more coconut. So these 11-12 states should come together and discuss about the coconut issue before the central government. Just now the board chairman has been appointed, coconut board chairman. Board members has not been appointed. Instead, people from this coconut area should be appointed as the board member. So these are many issues. And a spices board is under commerce ministry. It should come under agriculture ministry. So these issues Kerala government, state government should take and put for the central government. Then only this complex issue will be simplified. Finally, all the land is a farmland and everyone is a farmer. That is the idea of Bharat. Government not defining who is a farmer, who is the real farmer is. Very multinational peoples are holding farmland. Are they farmers? Who are the farmers? WHO decide, WTO define other way who is a farmer. Indian government, different departments defines differently about the farmers. Government should talk with the farmers. We are the largest organization, government nobody, neither government nor scientists nor policy makers, nobody is talking with the farmers. Nobody is asking to the farmers. That is the whole problem. They are deciding their own way. So let us sit together, decide who is the real farmer, who is the farmer is. Then only the policies will be appropriate and it will be delivered to the farmers. Thank you so much. Thank you. Namaskar. യെസ് ഇനി സോഷ്യൽ സ്കൂപ്പാണ്. സമൂഹ മാധ്യമങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചില കുറിപ്പുകൾ, കണ്ടെത്തലുകൾ കാണാം. സോഷ്യൽ സ്കൂപ്പ്. ആദ്യത്തെ കാണാം. ആൻഡ്രൂ ഫോക്സിന്റെ എക്സ് പോസ്റ്റാണ്. ഷോക്കിംഗ് സീൻസ് ഇൻ ലെബനൻ ആസ് ദ IDF ബോംബ്സ് ദ ഹൗസ് ഓഫ് എ ലോക്കൽ ഫയർവർക്സ് എന്തൂസിയാസ്റ്റ്. അത് പരിഹസിച്ചിരിക്കുകയാണ് ദേവിക. അതായത് ഒരു ബോംബ് അവിടെ ചെന്ന ഉടനെ നെടുനീളത്തിൽ മാലപ്പടക്കം പോലെ അവിടെ ഒരു സ്ഫോടന പരമ്പരയാണ്. അപ്പോൾ അവിടെ കൃത്യമായും ആയുധശേഖരം ഉണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് ആൻഡ്രൂ ഫോക്സ് ഈ പോസ്റ്റും ഈ ചിത്രവും പങ്കുവച്ചിരിക്കുന്നത്. അടുത്തത് നോക്കാം. അതിൻ്റെ വീഡിയോ കൂടിയാണ് അതിന് ശേഷം കണ്ടത്. അടുത്തത് കേൾക്കാം. പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെയാണ്. അല്പം മുമ്പ് വാർത്തയിൽ കാണിച്ചത് തന്നെയാണ്. ഐ ഹാവ് എ മെസ്സേജ് ഫോർ ദ പീപ്പിൾ ഓഫ് ലെബനൻ. അതായത് യുദ്ധം are aimed directly at our cities, directly at our citizens. To defend our people against Hezbollah strikes, we must take out those weapons. Now, starting this morning, the IDF has warned you to get out of harm's way. I urge you, take this warning seriously. Don't let Hezbollah endanger your lives and the lives of your loved ones. Don't let Hezbollah endanger Lebanon. Please, get out of harm's way now. Once our operation is finished, you can come back safely to your homes.
ദേവിക, ആ സന്ദേശം വളരെ വ്യക്തമാണ്. അതെ, ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ലെബനനെ അല്ല, ലെബനിലെ പൗരന്മാരെ അല്ല. ദയവ് ചെയ്ത് അപകട വഴിയിൽ നിന്ന് മാറൂ. ഇസ്രായേലിനെതിരെ ഭീകര ആക്രമണം നടത്തുന്നവർക്കെതിരെയാണ്, ആ ആയുധ ശേഖരങ്ങൾക്ക് നേരെയാണ്, ആ തീവ്രവാദികൾക്ക് നേരെയാണ്. ഹിസ്ബുള്ളയുടെ ഈ കുപ്രചരണത്തിൽ അടിപ്പെട്ട് സ്വന്തം ജീവൻ അപകടത്തിലാവരുത് എന്ന് ആവർത്തിച്ച് വ്യക്തമായി നെതന്യാഹു പറയുന്നു. ഈ ഓപ്പറേഷന് ശേഷം നിങ്ങൾക്ക് സുരക്ഷിതരായി സമാധാനപരമായി നിങ്ങളുടെ താമസ സ്ഥലങ്ങളിലേക്ക് വരാം എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. എന്താണ് ലെബനനിൽ സംഭവിക്കുന്നതെന്ന് ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കുന്ന മാധ്യമങ്ങൾക്കുള്ളൊരു സന്ദേശം കൂടിയാണ് ഇതിലൂടെ വരുന്നത്. അടുത്ത് നോക്കാം. പുതിയ ശ്രീലങ്കൻ പ്രസിഡന്റിനെ കുറിച്ചാണ് അല്ലേ? അതെ, CPMന്റെ ഒരു ട്വീറ്റ്, അത് റീട്വീറ്റ് ചെയ്തുകൊണ്ട് ദി ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു സന്ദേശമാണ്. ഹീസ് എ ജനോസൈഡ് എനേബ്ലർ ആൻഡ് ഫോട്ട് അഗൈൻസ്റ്റ് ദി റൈറ്റ്സ് ഓഫ് തമിഴ്സ് ഇൻ പാർലമെന്റ് ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കൺഗ്രാജുലേറ്റിംഗ് ദാറ്റ് ഗായ്. കൂട്ടക്കൊലയ്ക്ക് പിന്തുണ നൽകിയ ആളുടെ, അതുപോലെ തന്നെ തമിഴ് വംശജരുടെ അവകാശങ്ങൾക്കെതിരെ പാർലമെന്റിൽ പോരാടിയവർക്ക് പിന്തുണ നൽകിയ ആളെ CPM അഭിനന്ദിച്ചിരിക്കുന്നു. അടുത്തത്, ടുമോറോ Netanyahu, CPM has also committed one of the largest Dalit genocide. അത് മാറിച്ചാപ്പിയിലെ സംഭവം 1979 സംഭവം ചൂണ്ടിക്കാട്ടി ആണ് വന്നിരിക്കുന്നത്. തുടർച്ചയായി CPM ഈ പുതിയ പ്രസിഡന്റ് ദിസനായക്ക് ആശംസയും അനുമോദനവും അറിയിച്ചതിനെ വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും ആരാണ് അദ്ദേഹം എന്ന് സൂചിപ്പിക്കുന്ന ട്വീറ്റുകളാണ് ഈ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത്. Tomorrow Netanyahu will come with red flag and the Central Committee will write poems praising him. അതും പറയുന്നുണ്ട്. ഇപ്പം നെതന്യാഹു ഒരു ചുവപ്പ് കൊടി പിടിച്ചാൽ മതി, ഇന്ന് വിമർശിക്കുന്ന CPM കേന്ദ്ര കമ്മിറ്റി അദ്ദേഹത്തെയും പ്രശംസിക്കുമെന്നാണ്. വാട്ട് എ ഫാസ് യു ആർ എന്നാണ്, എന്തൊരു തോൽവി എന്നാണ് ചോദിക്കുന്നത് CPMനോട്. The Indian CPM, dominated by Brahmin Savarnas, are celebrating a genocidal Sinhalese Buddhist JVP party that has been ethnically cleansing Eram Tamils for more than 70 years. Kerala and Bengal, CPM dominated by Barman celebrating death of Tamils. തമിഴ്നാടിലെ ജനതയോട് പ്രത്യേകം ഒരു ജാഗ്രതയാണ് വേണ്ടതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അടുത്തത് സുന്ദർ പിച്ചായി. Making in India, designing in India. We are proud to now make our Pixel phones manufactured in India. He is really thinking about how AI can transform India in a way that benefits the people of India. He challenged us to think about applications in healthcare, education, agriculture, and he's also thinking about the infrastructure of India, be it data centers, power, energy, and investing to make sure India can transition. And we are proud to be partnering with India. We are robustly investing in AI in India, and we look forward to doing more. We have several programs in partnership with MeitY, the Agriculture and Health Ministries, the central and state governments, and we look forward to doing more in India. He has always challenged all of us to do more for India, and now he is asking us to do the same with AI. He has a clear vision, both in terms of the opportunity that AI will create, but he wants to make sure ultimately AI is there to benefit the people of India. And he has a clear vision that it should all be in the service of people of India. And he's challenging us to do more. വ്യക്തമാണ് സുന്ദർ പിച്ചൈയുടെ വാക്കുകൾ. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി US-ൽ പോയത് കേവലം ഫോട്ടോഷൂട്ടിനല്ല എന്ന് വ്യക്തമാക്കുന്ന വാക്കുകളാണ് ഗൂഗിളിന്റെ സുന്ദർ പിച്ചൈ പറയുന്നത്. ഭാരതത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവും, ഭാരതത്തിൽ ഏതൊക്കെ മേഖലയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാകും, ഭാരതത്തിൽ ഏതെല്ലാം വികസന പദ്ധതികളിൽ നിങ്ങൾക്ക് ഭാഗവാക്കാകാനാകും എന്നുള്ള വെല്ലുവിളി ഉയർത്തുകയായിരുന്നു. ഭാരതത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എന്ന് സുന്ദർ പിച്ചൈ പറഞ്ഞു വയ്ക്കുന്നു. ഭാരതത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും
കേട്ടിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് കരുതാം. എന്തായാലും സമയം അതിക്രമിച്ചിരിക്കുന്നു. സോഷ്യൽ സ്കൂപ്പിനോടൊപ്പം തന്നെ പുത്തൻ പുലരിയും ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പുത്തൻ പുലരിയുടെ ഇന്നത്തെ അധ്യായം അവസാനിക്കുകയാണ്. നമസ്തേ. നമസ്തേ.